എനിക്കറിയില്ലല്ലോ വിഷയം, ഡീറ്റെയിൽസ് അറിയില്ലേ? പത്രങ്ങളിൽ നിങ്ങൾ എഴുതുന്നത് വായിച്ചു, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അല്ല, അതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ. എനിക്കതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ അറിയില്ല. എനിക്കിതൊന്നും അറിയില്ല. ഇതൊക്കെ നിങ്ങളെല്ലാവരും മാധ്യമങ്ങളിൽ കൊടുത്തിട്ടുള്ളത് ഞാൻ വായിച്ചിട്ടുണ്ട്. ഇതിൽ സത്യം ഏതാ കള്ളം ഏതാ ഒന്നും എനിക്കറിയില്ല. അതൊക്കെ ബന്ധപ്പെട്ട ആൾക്കാരുമായിട്ട് നിങ്ങൾ കാണും, എന്നിട്ട് സംസാരിക്കും. കൊടി നിർമ്മിക്കുന്നതിന് വേണ്ട കരാർ കൊടുത്തതിലും ഹെലികോപ്റ്റർ വാടകയ്ക്കെടുത്തതിലും അതുപോലെ കൊടി വാടകയ്ക്കെടുത്തതിലും ഇതിൻ്റെ എല്ലാം കാര്യത്തിൽ വലിയ ആക്ഷേപങ്ങൾ വന്നിരിക്കുകയാണ്. സംസ്ഥാന ഗവൺമെൻറ് അടിയന്തരമായി ഈ കാര്യത്തിൽ ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് ഗൗരവമായി അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട്. ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വ്യക്തി തന്നെ അവർ നടത്തിയ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമാക്കിയിട്ടുണ്ട്. നീണ്ടു പോകുന്നത് BJPയും UDFും തമ്മിലുള്ള ഒത്തുതീർപ്പിൻ്റെ അടിസ്ഥാനത്തിലോ അഡ്ജസ്റ്റ്മെൻറ്റ് അടിസ്ഥാനത്തിലാണോ ആണ് ഈ കേസ് എടുത്ത് അന്വേഷണം നടത്തി കുറ്റവാളികളെ കണ്ടുപിടിക്കാത്തത്. 12 കോടി രൂപ വിതരണം ചെയ്തതിലുള്ള ക്രമക്കേട് മാത്രമല്ല, അത് BJP ആലോചിക്കേണ്ട കാര്യമാണ്. ഇതിൻ്റെ സോഴ്സ് എവിടെയാണ്, 12 കോടി എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ള കാര്യം പറയേണ്ടതായിട്ടുണ്ട്. അങ്ങ് അയോധ്യ മുതൽ ഇങ്ങ് കേരളം വരെ BJPയുടെ തീവെട്ടിക്കൊള്ള, കൊടകര കള്ളപ്പണക്കേസും ഇപ്പോഴത്തെ BJPയുടെ കേരളത്തിലെ ഫണ്ട് തട്ടിപ്പ് വിവാദവും വിരൽ ചൂണ്ടുന്നത് മറ്റൊന്നിലേക്കല്ല. മതത്തെയും വിശ്വാസത്തെയും ദുരുപയോഗം ചെയ്ത് BJP കബളിപ്പിക്കുന്നത് സ്വന്തം അണികളെയും അവരുടെ അഭ്യുദയാകാംക്ഷികളെയും കൂടിയാണ്. കൊടിയിൽ പുറത്തെത്തിയ കോടികളുടെ കണക്കിപ്പോൾ പുതിയ മാനത്തിലേക്ക് മറിയുകയാണ്. ഒരു വിദ്യാർത്ഥി തലത്തിലുള്ള, അതായത് ABVPയിലെ ഒരു കുട്ടി നേതാവ് സെൽഫി ഇട്ടത് കോടികളുടെ പണവുമായി. ഇത്രയേറെ നഗ്നമായ അറമാദം കണ്ടിട്ടും കമാ എന്നൊരക്ഷരം മിണ്ടാതെ ED അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾക്ക് മഹാനുഭാവൻ പുരസ്കാരം നൽകണം. വെറുതെ സംശയത്തിൻ്റെ നിഴലിൽ പോലും തലങ്ങും വിലങ്ങും പൊറാട്ട് നാടകം നടത്തുന്ന, ജനങ്ങളുടെ നികുതിപ്പണം പറ്റുന്ന ED ഉദ്യോഗസ്ഥരുടെ മൗനം പൗരബോധത്തിന് മേൽ കൊഞ്ഞണം കുത്തൽ കൂടിയാണ്. നോട്ട് നിരോധനത്തിൻ്റെ പേരിൽ സ്വന്തം പണം മാറിക്കിട്ടാൻ ക്യൂ നിന്ന് മരിച്ചു വീണ നിരവധി പേരുടെ യാഥാർത്ഥ്യത്തിന് കാരണഭൂതരായവരാണ് ഇങ്ങനെ നോട്ടുകെട്ടുകൾ കൊണ്ട് കറകളഞ്ഞ തിന്മ രാജ്യത്തുടനീളം കാട്ടുന്നത്. പാമ്പിനെ കാട്ടി കൺകെട്ട് നടത്തും പോലെ വിശ്വാസത്തെയും ആചാരങ്ങളെയും ഉയർത്തിക്കാട്ടി രാജ്യത്തുടനീളം കള്ളപ്പണം ഒഴുക്കുന്ന സംഘമായി BJP മാറിയോ? കാവി പൂശിയാൽ കള്ളം മറയ്ക്കാനാകുമോ? നമുക്ക് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: K. അനിൽകുമാർ, CPIM മുതിർന്ന നേതാവ്; MS വേണുഗോപാൽ, വലത് നിരീക്ഷകൻ; ഒപ്പം മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ M. ജയചന്ദ്രൻ. ആദ്യം വലതുപക്ഷ നിരീക്ഷകനായ ശ്രീ MS വേണുഗോപാലിലേക്ക്. ശ്രീ വേണുഗോപാൽ, കേരളത്തിൽ 12 കോടി, അത് ഇപ്പോൾ പുറത്തു വന്ന കണക്കാണ്, BJPയുമായി ബന്ധപ്പെട്ട്. അതെ, നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും ഇത്തരത്തിൽ ഇലക്ഷൻ കാലഘട്ടങ്ങളിൽ തുടങ്ങി ഫണ്ട് പിരിവുകൾ ഉൾപ്പെടെ പല അഴിമതികൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അപലപനീയമാണ്. ഇലക്ഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുകയും ഇലക്ഷനിലെ ഫണ്ടിൻ്റെ ദുരുപയോഗം കുറയ്ക്കുകയും ചെയ്യണമെന്നുള്ളത് ഏതാണ്ടൊരു 20 വർഷമായിട്ട് TN ശേഷൻ്റെ കാലം മുതൽ വളരെ ശക്തമായി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ്. പക്ഷെ അത് ഇതുവരെ ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, 5 കോടി രൂപയോളമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഇലക്ഷന് വേണ്ടി ചിലവാക്കുന്നത്. നമ്മുടെ നിയമസഭയിലേക്ക് നടക്കുന്ന ഇലക്ഷൻ, അപ്പം 3 മുന്നണികൾ മത്സരിക്കുമ്പോൾ ഏതാണ്ട് 15 കോടി രൂപയോളം അവിടെ ചിലവഴിക്കപ്പെടുകയാണ്. 1.5 ലക്ഷം ആൾക്കാരായിരിക്കും ഒരു നിയോജക മണ്ഡലത്തിൽ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് അവരുടെ ചെവിയിൽ ഞാൻ കേമനാണെന്ന് എത്തിക്കാനായിട്ട് പലപ്പോഴും ചിലവഴിക്കുന്നത് ഇത്തരം തുകകളാണ്. ഇത് എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ഇത് ഒരു പാർട്ടിയിൽ ഒതുക്കേണ്ടതല്ല, എല്ലാ പാർട്ടിയിലും. തീർച്ചയായും ശ്രീ MS വേണുഗോപാൽ, ജനറലൈസ് ചെയ്ത് ഇല്ലാത്ത കാര്യത്തെ ഉള്ളതാക്കി ചെയ്തവരെ രക്ഷപ്പെടുത്താനുള്ള താങ്കളുടെ വാദം തുടക്കത്തിലെ മനസ്സിലാവുകയാണ്. ശ്രീ MS വേണുഗോപാൽ, ഇവിടെ BJPയാണ് നഗ്നരായിരിക്കുന്നത്. BJP 12 കോടി കൊടിയുടെ പേരിൽ നടത്തിയ അഴിമതി പണത്തിലൂടെ പുറത്തെത്തുന്നത് കോടികളുടെ കണക്കുകളാണ്.
കൊടിയിലാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ അത് കോടികൾ വികസിക്കുന്നു പലതരത്തിലേക്ക്. വാഹന ഇടപാടുകളുടെ കാര്യത്തിൽ ജനറൽ സെക്രട്ടറി ഓണറായ കമ്പനിയുടെ പേരിൽ ഇങ്ങനെ വ്യാപകമായ അഴിമതി. ഇത്രയേറെ പണം ഇടുന്നു. ഒരു ABVP നേതാവ്, ഒരു വിദ്യാർത്ഥി നേതാവ് കോടികളുടെ കോടികളുടെ പണവുമായി സെൽഫി ഇടുന്നു. ഇവിടെ ED ഇല്ല, കേന്ദ്ര ഏജൻസികളില്ല. ഈ ഒരു സംഭവത്തെയാണ് താങ്കൾ പൊതുവിൽ ജനറലൈസ് ചെയ്ത് അങ്ങ് മെഴുകി വിടുന്നത്. അത് ഞാൻ ജനറലൈസ് ചെയ്യുന്നതല്ല. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ടുകൾ തിരിമറി നടത്തുന്നതിനെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ നമ്മൾ കേട്ടതാണ്. അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ രക്തസാക്ഷി ഫണ്ട് കൈകാര്യം ചെയ്ത രീതിയെക്കുറിച്ചും ആരോപണങ്ങൾ വരികയും അത് ഇലക്ഷൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് മുന്നിൽ വരികയും ചെയ്തത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇതിൽ എക്സംഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. വലിയ പാർട്ടികൾ വലിയ ഫണ്ട് പിരിക്കും, ചെറിയ പാർട്ടികൾ ചെറിയ ഫണ്ട് പിരിക്കും. എല്ലാത്തിലും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഈ കാണുന്നത് ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഏത് പാർട്ടി കേരളത്തെ സംബന്ധിച്ച് താരതമ്യേന ചെറിയ പാർട്ടിയാണ് BJP. ആ BJP കൊടകര കള്ളപ്പണ കേസിലടക്കം പുറത്തെത്തുന്ന വസ്തുതകൾ, ഇപ്പോൾ എത്തുന്ന ഈ ഫണ്ട് തട്ടിപ്പിൽ പുറത്തെത്തുന്ന വസ്തുതകൾ, ഇതെല്ലാം താങ്കൾ പൊതുവിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അഴിമതി എന്ന അർത്ഥത്തിൽ കാണാനാകുന്നതാണോ? അങ്ങനെയാണോ താങ്കളുടെ യുക്തിബോധം സംസാരിക്കുന്നത്? തെരഞ്ഞെടുപ്പിലാണല്ലോ ഈ പണത്തിൻ്റെ ആവശ്യം. ഞാനതല്ലേ പറഞ്ഞത്, ധൂർത്താണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ആ ധൂർത്തിന് പണം കണ്ടെത്തുക എന്നുള്ളത് ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെയും വൻ ശ്രമങ്ങളാണ്. അത് അവിഹിതമായിട്ടും സംവദിക്കാറുണ്ട്. അത് കിട്ടുന്ന കാണുന്നില്ലല്ലോ, എല്ലാ പാർട്ടികളിലും ഉണ്ട്. അത് തന്നെയാണല്ലോ ഞാൻ പറഞ്ഞത്. അയോധ്യയെ പോലെ, കേദാർനാഥിലെ പോലെ, ഇപ്പോൾ ഈ കൊടകര കള്ളപ്പണത്തെ പോലെ, ഇപ്പോൾ നമ്മൾ കാണുന്ന ഈ BJPയുടെ ഫണ്ട് തട്ടിപ്പിനെ പോലെ അങ്ങനെ ഒരു അഴിമതി ഏത് പാർട്ടിയാണ് നടത്തുന്നത്? എല്ലാ BJP മാത്രമേ ഉള്ളൂ. അല്ലല്ല, അങ്ങനെയല്ല. അതങ്ങനെ കണ്ണടച്ചിട്ടാക്കരുത്. അതിനകത്ത് പ്രധാന കാരണം ഞാൻ പറയുന്നത്, ഇപ്പോൾ ശബരിമലയിൽ ഉണ്ടായ സംഭവം, അതിലെ അഴിമതി, അതുപോലെ തന്നെ രാമജന്മഭൂമി ട്രസ്റ്റിലുണ്ടായ അഴിമതി, അതുപോലെ തന്നെ പുരിയിൽ നടന്ന അഴിമതി, അതുപോലെ തന്നെ തമിഴ്നാടിൽ ക്ഷേത്രങ്ങളിൽ സർക്കാരാണ് അവിടെയും ക്ഷേത്രങ്ങളെ മാനേജ് ചെയ്യുന്നത്, അവിടെ നടന്ന വ്യാപകമായ അഴിമതി. ഇപ്പോൾ പണം ഉള്ളിടത്തെല്ലാം കള്ളന്മാർ കയറും. അത് രാഷ്ട്രീയ പാർട്ടികളിൽ പണം കൂടുതലെന്ന രാഷ്ട്രീയ പാർട്ടിയിലും കള്ളന്മാർ കയറും. പക്ഷേ ഇത് ചെക്ക് ചെയ്യുകയും ചെക്ക് ആൻഡ് ബാലൻസിലൂടെ നിർത്തുകയും ചെയ്യേണ്ടത് രാഷ്ട്രീയ പാർട്ടികളാണ്. രാഷ്ട്രീയ പാർട്ടികൾ ഇത് വളരെയധികം സാങ്ക്ടിറ്റിയോട് കൂടി ചെയ്യേണ്ടതാണ്. ബാലൻസ് BJPയിൽ നടക്കുന്നുണ്ടോ എന്നത് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ പരിശോധിക്കാം. അത് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. അവർ പറയുന്നത് അവർ ഇന്റേണൽ ചെക്കിംഗ് നടത്തുന്നുണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ അത് അവർക്ക് ദോഷമായി. അത് വലിയ മഹാഭാഗ്യം പോലെയാണ് താങ്കൾ വ്യാഖ്യാനിച്ചെടുത്തത്. അത് തീർച്ചയായിട്ടും. അത് ഞാൻ ശ്രീ കെ അനിൽകുമാർ, ഈ കൂട്ടമുള്ളിടത്തെല്ലാം അഴിമതി ഉണ്ടാകും, തെരഞ്ഞെടുപ്പുള്ളിടത്തെല്ലാം ഇത്തരത്തിൽ ക്രമക്കേടുകൾ ഉണ്ടാകും. ഇങ്ങനെ ഉള്ള ഒന്ന് സർവ്വസാധാരണമാണ്. അതുപോലെ വലിയ പാർട്ടികളിൽ വലിയ അഴിമതികൾ കാണുന്നു. എന്നതിനപ്പുറത്തേക്ക് BJPയുടെ ഇപ്പോൾ പുറത്തെത്തുന്ന അയോധ്യ മുതൽ ഇങ്ങ് തിരുവനന്തപുരം വരെയുള്ള കാര്യത്തിൽ മറ്റൊന്നുമില്ല. അത് ശരിയാണോ? അല്ല, BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണത്തിലെത്തിയിട്ടൊരു വ്യാഴവട്ടം പൂർത്തിയാവുകയാണ്. അതായത് ഒരു 3 കൊല്ലം കൂടെ കാലാവധിയായി കഴിഞ്ഞാൽ അവരുടെ ഭരണം 3 ടേം പൂർത്തിയാവും. പക്ഷെ 3 ടേം പൂർത്തിയാക്കാൻ BJPക്ക് താല്പര്യമില്ല. അവർ 2029 തന്നെ ലോകസഭയിലേക്കും നിയമസഭകളിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്താൻ വേണ്ടി പരിപാടി നടത്തുകയാണ്. അതിനവർ കണ്ട കുറുക്കുവഴി എന്താണ്? ഇപ്പം എൻ്റെ ബഹുമാനപ്പെട്ട സുഹൃത്ത് ഇവിടെ പറഞ്ഞു, തെരഞ്ഞെടുപ്പിലാണല്ലോ രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം വേണ്ടത്. അങ്ങനെയല്ല. നമ്മുടെ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ ചരിത്രത്തിൽ കാലുമാറ്റത്തിന് വേണ്ടി പണം കൊടുത്ത ചരിത്രമുണ്ട്. ജാർഖണ്ഡ് മുക്തി മോർച്ച അഴിമതി കേസ്, അന്നത്തെ നരസിംഹറാവു മന്ത്രിസഭ അധികാരത്തിയിരുന്നപ്പോൾ ആ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ JMMൻ്റെ MPമാർക്ക് കോടിക്കണക്കിന് രൂപ കൈമാറിയത് തൊണ്ട് സഹിതം പിടിച്ച കേസാണ്. നരസിംഹറാവു ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി പ്രതിയായൊരു കേസാണ്. അത് കോൺഗ്രസിൻ്റെ കാലം. BJP വന്നപ്പോഴോ? ഇന്ന് ഇന്ത്യ രാജ്യത്ത് എത്ര കോടി രൂപയാണ് ഒരു MPയുടെ വില? രാജ്യസഭാ MPമാരുടെ വില, ലോകസഭാ MPമാരുടെ വില. ബംഗാളിൽ തന്നെ 3 തൃണമൂൽ രാജ്യസഭാ MPമാർ രാജിവെച്ചു. പിറ്റേ ആഴ്ച തെരഞ്ഞെടുപ്പ് ഇവരെ തന്നെ അവിടെ നിയമിച്ചിരിക്കുകയാണ്. അവർ BJP MPമാരായി മാറിത്തീരുകയാണ്. ഇതിൻ്റെ പേരാണ് ജനാധിപത്യം. ഇതെല്ലാം നടപ്പാക്കുമ്പോൾ ഇനി ഇൻറ്റേർണൽ സ്ക്രൂട്ടണി BJP നടക്കും. ഇത് BJP നമ്മുടെ രാജ്യത്ത്, RSS നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമാക്കി എല്ലാ പ്രവർത്തനങ്ങളെയും അട്ടിമറിച്ചിരിക്കുകയാണ്. കള്ളപ്പണം എന്നുള്ളത് അധികാരം പിടിക്കാനും അധികാരം നിലനിർത്താനും
ഭരണഘടന അട്ടിമറിക്കാൻ കള്ളപ്പണം ഉപയോഗിക്കുന്ന പാർട്ടിയായി BJP മാറുകയാണ്. ഭരണഘടനയിൽ BJPക്ക് അട്ടിമറിക്കണമെങ്കിൽ ഭൂരിപക്ഷം 3/2 ഭൂരിപക്ഷം വേണ്ടേ? അധികാരം നിലനിർത്താനല്ല, മോദിക്ക് 5 കൊല്ലം ഭരിക്കാനല്ല, ഭരണഘടന അട്ടിമറിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടാക്കാനാണ്. രാജ്യചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിൽ ഭരണഘടന അട്ടിമറിക്കാൻ കൂറുമാറ്റം നടത്തുന്ന ഏക പാർട്ടിയുടെ പേര് BJP എന്നായിരിക്കും, RSS എന്നായിരിക്കും. RSSൻ്റെ ഒരു വലിയ സമ്മേളനം ഇപ്പോൾ നടന്നു. 42 സംഘടനകൾ RSSുമായി ബന്ധപ്പെട്ട് അവിടെ പങ്കെടുത്തതായിട്ടാണ് കണ്ടത്. അപ്പോൾ RSS ആണ് അമ്മ, ബാക്കിയെല്ലാം മക്കളാണ്. ഈ അമ്മയ്ക്ക് രജിസ്ട്രേഷൻ ഇല്ല. അതെന്താ? ഭാരതമാതാവിൽ വിശ്വാസമില്ലേ? RSS ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന പ്രകാരം ഒരു നിയമത്തിലും രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ല. എന്താ RSS ആരുടെ എന്താ രജിസ്ട്രേഷൻ ഇല്ലാത്തത്? RSSൻ്റെ കാര്യങ്ങളെങ്ങനെ നടപ്പാകുന്നത്? ഏത് അക്കൗണ്ടിലൂടെ നടപ്പാകുന്നത്? RSS എങ്ങനെ ഈ രാജ്യത്ത് കെട്ടിടങ്ങൾ ഉയരുന്നത്? എവിടുന്നാണ് പണം പിരിക്കുന്നത്? അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട പ്രധാനപ്പെട്ട കാര്യം, RSSൻ്റെ രജിസ്ട്രേഷൻ ഇല്ലാത്തതിന് കാരണം ഏത് നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലും അതിൻ്റെ പേരിൽ പിടിക്കപ്പെടരുത്, നിരോധിക്കപ്പെടരുത്. രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയാൽ പിടിക്കപ്പെടരുത് എന്നുകൊണ്ട് മുൻകൂട്ടി തന്നെ ചില കള്ളന്മാർ എണ്ണയിട്ട് ദേഹമാവസ്ഥയിൽ എണ്ണയിടും. എണ്ണയിടുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തിനാണ് എണ്ണയിട്ടിരിക്കുന്നത്? കള്ളന്മാരെ നാട്ടുകാർ ഓടിച്ചിട്ട് പിടിച്ചാലുടനെ എണ്ണ ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് പിടികിട്ടത്തില്ല. അങ്ങനെ എണ്ണയിട്ട കള്ളൻ്റെ പരുവത്തിലാണ് RSS ജന്മം കൊണ്ടത് ഇന്ത്യ രാജ്യത്ത്. ഇപ്പോഴും അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഒരു നാണമില്ലാതെ നമ്മുടെ രാജ്യത്ത് നിയമത്തെക്കുറിച്ച്, നിയമവാഴ്ചയെക്കുറിച്ച് എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് RSS. RSSൻ്റെ ഏറ്റവും താഴത്തെ നിലവാരത്തിലുള്ളൊരു ഉപസംഘടന മാത്രമാണല്ലോ BJP. BJP എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എത്ര കോടി രൂപയുടെ അഴിമതി നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ കൊടകര കുഴൽപ്പണ കേസ്, കൊടകര കുഴൽപ്പണ കേസിൽ RSSകാരനായ ധർമ്മരാജൻ RSS എന്ന് പറഞ്ഞ കുമ്മൻ രാജശേഖരനാണ്. ധർമ്മരാജൻ RSSകാരനാണ്. വാദിയായ ധർമ്മരാജനെ, പരാതിക്കാരനായ ധർമ്മരാജനെ പിണറായി പോലീസ് പീഡിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് BJPയുടെ നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും സമരം നടന്നതാണ്. ആ ധർമ്മരാജനാണ് 42 കോടിയിലേറെ രൂപ കേരളത്തിനകത്ത് BJPയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ട് കൈമാറ്റം ചെയ്യാൻ വേണ്ടി പല രൂപത്തിൽ, പല വേഷം മാറി സഞ്ചരിച്ച് ഇങ്ങനെ പണം കൈമാറിയത്. മഴ കാത്ത് വേഴാമ്പലിരിക്കുന്ന പോലെ BJP നേതാക്കന്മാർ ഓരോ ജില്ലയിലും കാത്തിരുന്നു. അങ്ങനെ പോയ പൈസ BJPക്കാർ തന്നെ തട്ടിപ്പറിച്ചതാണ് കൊടകര കുഴൽപ്പണ കേസ്. 1,62,00,000 രൂപ രൊക്കം കണ്ടുപിടിച്ച് കോടതി വെച്ചിട്ടുണ്ട്. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി സതീശൻ പറഞ്ഞത് കൊടകര കുഴൽപ്പണ കേസിൻ്റെ കാര്യത്തിൽ പിണറായി വിജയൻ BJPയെ സഹായിക്കുകയാണ്. സതീശൻ്റെ വാദം, കോൺഗ്രസ്സുകാരുടെ വാദം എന്താണ്? ഈ കള്ളപ്പണം കിട്ടിയിട്ട് കേരളത്തിലെ പിണറായി അനങ്ങുന്നില്ല. പിണറായി അനങ്ങാത്തതല്ല, 1000 പേജുള്ള കുറ്റപത്രം ഉണ്ടാക്കിയിട്ടതാ ഇത്രയും കള്ളപ്പണം പിടിച്ചിട്ടുണ്ട്, ബാക്കി അന്വേഷിക്കേണ്ടത് ED ആണെന്ന് പറഞ്ഞ് എഴുതി കൊടുത്തു. ED അന്വേഷിക്കേണ്ടത് ED അന്വേഷിച്ചിട്ടില്ലെങ്കിലും CPMനെ തെറി പറയാൻ ഒരു മടിയും കോൺഗ്രസ്സുകാരനില്ലായിരുന്നു. ഞാൻ കേരളത്തിൽ ഇപ്പോൾ KPCC ഉണ്ടോ? KPCC എത്തുപോയല്ലോ. ഇരുട്ടായതുകൊണ്ട് സണ്ണി ജോസഫിനെ കാണാനും പറ്റത്തില്ല, പവർ കട്ടാണ്, കാണാൻ പറ്റത്തില്ല, അതിനാളുമില്ല അവിടെ. പിന്നെ ആരാ ഉള്ളത്? ആരോടാ ചോദിക്കേണ്ടത്? ഈ BJPയുടെ ആഫീസിൽ എന്താ ED കയറാത്തതെന്ന് കോൺഗ്രസ് ചോദിച്ചോ? അല്ല, ഈ സതീശന് പോകാൻ മേലേ. അപ്പോഴാണ് സതീശൻ്റെ ആഫീസിലേക്ക് എല്ലാവരോടും ഊത്ത പോലെ ഉരുണ്ട് കയറിയിരിക്കുകയാണ്. RV ബാബുവും ശശികല അടക്കമുള്ള ആളുകൾ ചെന്ന് കയറിയിരിക്കുകയാണ്. എന്താ നിവേദനം എന്താണ്? ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിനകത്ത്. ഇപ്പോൾ കൊടകരയിൽ കുഴൽപ്പണം പിടിച്ച് തൊണ്ട് സഹിതം കൃത്യമായി രൂപസഹിതം ഹാജരാക്കിയിട്ടും കേന്ദ്രം അന്വേഷിച്ചില്ല, ED അന്വേഷിച്ചില്ല. ഇങ്ങേപ്പറെ സെൽഫി ഇട്ടിരിക്കുകയാണ്. ആ സെൽഫി ഇട്ടവനെ വിളിച്ചും ചോദിച്ചോ കേരള പോലീസ്? ചോദിക്കത്തില്ല. ED ചോദിക്കത്തില്ല. എല്ലാ ദിവസവും മാധ്യമങ്ങളുടെ ഫ്രണ്ട് പേജിൽ കഥയാണ്. പിണറായി വിജയനെതിരെ, അദ്ദേഹത്തിൻ്റെ മകൾക്കെതിരെ എന്തെല്ലാം ദുരാരോപണങ്ങളാണ്, കെട്ടുകഥകളാണ്. ഓരോ ദിവസം നാളെ നീളെ എന്ന് പറഞ്ഞിങ്ങനെ ലോട്ടറിയുടെ പരസ്യം പോലെ വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ED. എന്താ ഇവിടേക്ക് പോകാത്തത്? മാരാർജി ഭവനിൽ പോകാത്തത്? അടിയെ പൊക്കാത്തത്? കള്ളനോട്ട് അല്ലെ നോട്ടുകെട്ടിൻ്റെ മേലെ ഈ നോട്ട് നിരോധിച്ചിട്ട് ഇനി ആരുടെയും കള്ളനോട്ടുണ്ടാകാൻ പാടില്ല. RSSകാരും BJPക്കാരും ചെയ്തത് എന്താണെന്നറിയോ? ഇലക്ട്രൽ ബോണ്ട് അഴിമതി നടത്തിയിട്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കൊണ്ട് കള്ളപ്പണം പൂഴ്ത്തിവെക്കുന്ന സങ്കേതമാക്കി മാറ്റി കേരളത്തിൽ, ഇന്ത്യ രാജ്യത്തെ BJP. അതെ, ആർക്കൊക്കെ ഇലക്ട്രൽ ബോണ്ട് കൈമാറിയെന്ന വിവരം രഹസ്യമാക്കി വയ്ക്കാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സുപ്രീം കോടതി പോയത് ഓർക്കുന്നുണ്ടോ? അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പൊതുപ്പണം എടുത്ത് സുപ്രീം കോടതി പോയിരിക്കുകയാണ്.
ഞങ്ങൾ കള്ളപ്പണം ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒളിപ്പിച്ച് വെച്ച കള്ളപ്പണം ആരുടേതാണ്, എവിടുന്ന് കിട്ടിയതാണ്, ഏത് സ്ഥലത്തുനിന്ന് ആർക്ക് കൊടുത്തതാണ് എന്ന വിവരം പുറത്തു വരാതിരിക്കാൻ രാജ്യത്തിൻ്റെ പണം അല്ലെങ്കിൽ ബാങ്കിൻ്റെ പണം ഉപയോഗിച്ച് കോടതി പോയി SBI, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തിൻ്റെ അനുഭവമാണ്. ഇതാണ് BJPയും കോൺഗ്രസും ചെയ്യുന്നത്. കോൺഗ്രസും നന്നായിട്ട് വാങ്ങിയിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് അഴിമതി. ഇപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞു കേട്ടല്ലോ, എന്തോ രക്തസാക്ഷി ഫണ്ട് അഴിമതിയുണ്ട്. ഞാനൊരു കാര്യം അത് വ്യക്തമാക്കാൻ ആധികാരികമായി ശ്രമിക്കുകയാണ്. ഒന്ന്, എല്ലാവരും അറിയേണ്ട കാര്യം, ധനരാജ്യ രക്തസാക്ഷി ഫണ്ട് പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ അവിടുത്തെ ഏരിയ കമ്മിറ്റി പാർട്ടി അംഗങ്ങളിൽ നിന്നും പാർട്ടിയുടെ അടുത്ത അനുഭാവികളിൽ നിന്നും ഒരു സംഘടനയ്ക്കകത്ത് നടത്തിയ പിരിവാണത്. അതിനൊന്നുമില്ല, അതിലൊരു അഴിമതിയും നടന്നിട്ടില്ല, നടന്നിട്ടില്ല. അതിൻ്റെ കൃത്യമായ കണക്ക്, പണം ആരാണോ തന്നവരെ എല്ലാം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിനപ്പുറത്ത് ഈ പാർട്ടിയെ കൊന്ന് ഈ പാർട്ടിയുടെ കുടൽമാല എടുത്ത് ചോര കുടിക്കാൻ നടക്കുന്ന ചില മാധ്യമങ്ങളുണ്ടല്ലോ, BJPയുടെ സംസ്ഥാന പ്രസിഡൻറ്റിൻ്റെ ചാനൽ, അവരെയൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല. അത് ഞങ്ങളുടെ ധിക്കാരം കൊണ്ട് പറയല്ല. ഞങ്ങളെ സഹായിക്കാൻ ധനരാജിൻ്റെ ഫണ്ട് നൽകിയ മുഴുവൻ വ്യക്തികളെയും ബോധ്യപ്പെടുത്തി. ഏതെങ്കിലും വ്യക്തി ഫണ്ട് തന്നവർക്ക് ബോധ്യമില്ലെങ്കിൽ പറഞ്ഞുതരും. അതുകൊണ്ട് രക്തസാക്ഷി ഫണ്ടിനെ കുറിച്ചൊന്നും കെട്ടുകഥ പറഞ്ഞ് നടക്കരുത്. ഒരഴിമതിയും നടത്തുകയില്ല. നടത്തുന്നവർ കമ്മ്യൂണിസ്റ്റുകാരുമല്ല, നടത്തിയിട്ടുമില്ല. സാധാരണഗതിയിൽ ഇത്തരം കാര്യങ്ങൾ നടത്തുന്ന ആരാണ്? സ്വന്തം കൊടി. ആ കൊടി, അതിൻ്റെ പണം അടിച്ചെടുത്തവരാരാ? BJPയുടെ ആഫീസിൽ ഇരിക്കുകയല്ലേ. ഇതെല്ലാം പുറത്തു കൊണ്ടുവന്ന ആരാ? BJPയിലെ തമ്മിലടിയല്ലേ. 3 സീറ്റിലാകെ ജയിച്ചത്. ആ പാർട്ടിയിലാണ് ഇത്രയും വലിയ തമ്മിലടി. ആ തമ്മിലടിയുടെ വലിപ്പം കണ്ടല്ലോ. രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ മുരളീധരൻ, 2 മന്ത്രിമാരും ഏറ്റവും പുറകിലേ ഇരിക്കുന്നത്. മനസ്സിലായല്ലോ എന്താ BJPയുടെ പരുവം. ഇപ്പോൾ BJP എന്ന് പറയുന്നത് ഒരു തരത്തിലും ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തവരാണ്. എന്നിട്ട് ഇവിടെ ഇങ്ങോട്ട് പറയുകയാണ് ശബരിമലയിൽ അഴിമതി. നമ്മൾ സാധാരണഗതിയിൽ ഒന്ന് അല്പമെങ്കിലും ധാരണയുള്ളവരും പറയാൻ പാടില്ലാത്തൊരു കാര്യമാണ് പറഞ്ഞത്. ശബരിമലയിൽ എന്താ ഇപ്പോൾ ഈ ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണം എല്ലാം നേതൃത്വം കൊടുത്തിട്ട് കുറ്റപത്രം കൊടുക്കാത്തതിൻ്റെ കാര്യം എന്താണെന്നറിയോ? അവിടെ ഈ വിജയമല്യ എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വലിയ അഴിമതി നടത്തി നാട് വിട്ടുപോയ ആളല്ല വിജയമല്യ. അദ്ദേഹമാണല്ലോ അവിടെ സ്വർണം കൊടുത്തു എന്ന് പറയുന്നത്. കൊടുത്ത സ്വർണത്തിന് കണക്കില്ല. 30.3 കിലോ കൊടുത്തെന്നൊക്കെ പറയുന്നല്ലാതെ കൊടുത്തതിൻ്റെ അളവില്ല അവിടെ. അതുകൊണ്ട് എത്ര അവിടെ ഉണ്ടെന്ന് കണ്ടാലല്ലേ ബാക്കി അവിടെ എത്ര ഉണ്ടെന്ന് ഇപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റൂ. ഇതല്ലേ കോടതി കിടന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് എത്ര സ്വർണം അവിടെ മുടക്കി എന്നുള്ളത് വിജയമല്യയുടെ കണക്ക് കൊണ്ട് കാണുന്നില്ല. അവിടെ അളന്നു കൊടുത്തതായിട്ട് കാണുന്നില്ല. അത് കണ്ടു കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഉണ്ടോ ഇല്ലയോ ആ രേഖ? അതുകൊണ്ട് ഇതൊക്കെ സഖാക്കൾ സ്വർണം കട്ടുമെന്നൊക്കെ പറയാൻ എളുപ്പമാണ്. ഞങ്ങളെ ആക്രമിക്കാൻ എളുപ്പമാണ്. ഒരു കാര്യം തലയുയർത്തി എന്നാണ് സംസാരിക്കുന്നത്. ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു വെള്ളി രൂപയുടെ അഴിമതി കേരള സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്താൻ അനുവദിച്ചിട്ടില്ല. അതിൽ രാഷ്ട്രീയമായ അഭിമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുണ്ട്. നിയമസഭാ സമ്മേളനം നടന്നല്ലോ, അഴിമതി ആരോപണം വല്ലതും വന്നോ? പിന്നെ ആകെ പിടിക്കാൻ പോയത് ഏതാ? കോഴിക്കോട്ടൊരു കേസ്, ആലപ്പുഴ ഒരു കേസ്, ഇത്രയൊക്കെ ഉള്ളോ? 10 കൊല്ലം ഭരിച്ചിട്ടൊരു സർക്കാരിന് നേരെ പറയാൻ? അഴിമതി ആരോപണം പോലും നിയമസഭയിൽ വന്നില്ലല്ലോ. എന്താ വരാത്തതിന് കാരണം? ഇത്ര സുതാര്യമായിട്ടാണ് പ്രവർത്തിച്ചത്. അതുകൊണ്ട് BJP എന്ന് പറയുന്ന പാർട്ടി ഏറ്റവും വൃത്തികെട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. അത് അടിമുടി നിയമവിരുദ്ധമാണ്. RSSൻ്റെ സൃഷ്ടിയാണ്. RSS എന്ന് പറയുന്നത് നിയമം അംഗീകരിക്കാത്തവരാണ്, നിയമത്തെ വെല്ലുവിളിക്കുന്നവരാണ്. അയോധ്യയിൽ സീതാദേവിയെ രാവണൻ കട്ടുകൊണ്ടുപോയി. രാമനെ ആരാ കട്ടത്? രാമൻ്റെ സ്വത്ത് കൊള്ളയടിച്ചു, ശ്രീരാമൻ്റെ സ്വത്ത് കൊള്ളയടിച്ചു, അയോധ്യ കൊള്ളയടിച്ചു. അയോധ്യ കൊള്ളയടിച്ചവരാണ് അയോധ്യയെക്കുറിച്ച്, അയോധ്യയുടെ പുണ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാമായണ മാസം വരികയല്ലേ. BJPക്കാർ രാമായണം വായിക്കാൻ പറയട്ടെ, നാട്ടുകാർ നന്നായിട്ട് പഞ്ഞിക്കിടുന്ന കാണാം. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് മുൻ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, BJPയുടെ സംസ്ഥാന ദേശീയ നേതൃത്വം ഇതേ സംബന്ധിച്ച ആധികാരികവും ഔദ്യോഗികവുമായി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം, കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതിൽ കേസിട്ട് അന്വേഷിച്ച് ഇതിൻ്റെ ദുരൂഹത ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമാക്കണം, ദുരൂഹത അഴിക്കണം, ജനങ്ങളുടെ മുമ്പിൽ ബോധ്യമാക്കണം. അതിന് കോൺഗ്രസ് തയ്യാറുണ്ടോ? BJPക്കും കോൺഗ്രസിനുമെതിരെ കൃത്യമായ മുനയമ്പാണ്. ഇപ്പോൾ ശ്രീ K. അനിൽകുമാറും സൂചിപ്പിച്ചത് തന്നെയാണ്.
അജിംഷാദെ, ഇത് നമ്മൾ ആരോടാണ് പറയുന്നത്? നിങ്ങൾ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസിനോടാണ്, ഭരണകക്ഷിയോടാണ്, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോടാണ്. നടക്കും. പിന്നെ പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശനോടാണ്. എന്തെങ്കിലും നടക്കും. ഇത്തരം കാര്യങ്ങളിൽ മുൻപ് നടത്തിയിട്ടുള്ള വാചക കസത്തിനപ്പുറത്തേക്ക് നടപടികളൊന്നും എടുക്കാൻ തയ്യാറാവില്ല എന്ന് സ്വന്തം പ്രവൃത്തിയിലൂടെ അനുദിനം തെളിയിച്ചുകൊണ്ടിരിക്കുന്നവരാണല്ലോ ഈ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി അടക്കമുള്ള ഇപ്പോഴത്തെ ഭരണകക്ഷി നേതാക്കളായ മന്ത്രിമാർ. ഇത് ശരിക്കും പറഞ്ഞാൽ മറ്റു പലതിൻ്റെയും വെളിപ്പെടുത്തലുകളിലേക്കുള്ള ചെറിയ ഒരു വെളിച്ചം വീശലാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. എപ്പോഴാണ് ഈ ഘട്ടത്തിൽ തോന്നുന്നതല്ല. ഞാനത് പറയാൻ കാരണം, ഇന്ന് എറണാകുളത്ത് വെച്ച് ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷിയെ കണ്ടിരുന്നു. വലതുപക്ഷ ബന്ധമുള്ള, വേണമെങ്കിൽ BJP ബന്ധമുള്ള എന്ന് പറയാവുന്ന, ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാൾ. അദ്ദേഹം എന്നോട് പറഞ്ഞ വിവരങ്ങൾ വെച്ച് പറയുകയാണെങ്കിൽ, മധ്യപ്രദേശ് ഇലക്ഷന്റെ സമയത്ത് രാഹുൽ ബജാജ് അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ. അപ്പൊ ആദ്യം ജയിക്കുന്ന കാര്യം വലിയ പാടായിരുന്നു മധ്യപ്രദേശിൽ BJP. അപ്പൊ അവസാന ഘട്ടമായപ്പോഴേക്ക് ഇവരുടെ സംഘടനകളുടെ അടക്കമുള്ള സഹായം അഭ്യർത്ഥിച്ചിരുന്നു. ആ ഒരു ഘട്ടം കഴിഞ്ഞ് ഒരു ദിവസം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോൾ രാഹുൽ ബജാജ് പറയുകയാണ്, ഞങ്ങൾ വ്യക്തമായ മെജോറിറ്റി നേടി അധികാരത്തിലേക്ക് വരാൻ പോകുന്നു. 230 സീറ്റാണല്ലോ അവരവിടെ നേടിയത്. അപ്പോ എന്നിട്ട് ഈ സുഹൃത്ത് പറയുകയാണ്, രാഹുൽ ബജാജ് സംശയിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തെ പോലെ അദ്ദേഹത്തിന്റെ ആ ഒരു നിലവാരത്തിൽ ചിന്തിക്കുന്നവർ സംശയിക്കുന്നത്, ഈ EVM ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിൽ ഇവർ നടത്തുന്ന അഴിമതിയാണ് ഇവർക്ക് അവിടെ ജയിക്കാനായി സാധിച്ചത്. അപ്പോൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപേക്ഷിക്കുകയും ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങുകയും ചെയ്യുക എന്നുള്ള പ്രക്രിയയിലേക്ക് ഇന്ത്യൻ ജനാധിപത്യം തിരിച്ചു വരേണ്ടിയിരിക്കുന്നു എന്നാണ് രാഹുൽ ബജാജ് അടക്കമുള്ളവർ ആ ഘട്ടത്തിൽ തന്നെ കണ്ടിരുന്നത് എന്ന് ഞാൻ സുദീർഘമായ സംഭാഷണത്തിന്റെ വളരെ ചുരുക്കം കാര്യങ്ങൾ ഞാൻ പറയുന്നുള്ളൂ എന്ന് ഇന്ന് ആ സുഹൃത്ത് എറണാകുളത്ത് വെച്ച് എന്നോട് പറഞ്ഞു. ഇത് വെറും ഒരു ആരോപണമോ അല്ലെങ്കിൽ ആശങ്കയോ സംശയമോ ഒന്നും അല്ല അജിംഷാദ്. ഇതിന്റെ പുറകിലെല്ലാം വ്യക്തമായ പദ്ധതികളുണ്ട്, ആസൂത്രിതമായ പദ്ധതികളുണ്ട്. ഇപ്പോ കെ അനിൽകുമാർ ഇവിടെ ഇലക്ട്രൽ ബോണ്ടിനെ പറ്റി പറഞ്ഞല്ലോ. 2023 തന്നെ 10 ദിവസത്തെ പരമ്പര എഴുതിയ ആളാണ് ഞാനത് പഠിച്ചിട്ട്, ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി. ആ ഇലക്ട്രൽ ബോണ്ടുകൾ 2023 ഫെബ്രുവരി 15 സുപ്രീം കോടതി നിരോധിക്കുകയാണ്. ഭരണഘടനാ വിരുദ്ധമാണ്, രാജ്യവിരുദ്ധമാണ് എന്ന് പറഞ്ഞിട്ടാണ് നിരോധിക്കുന്നത്. ഈ ഭരണഘടനാ വിരുദ്ധവും രാജ്യവിരുദ്ധവുമാണെന്ന് പറഞ്ഞ ഇലക്ട്രൽ ബോണ്ടുകളെ പറ്റി സുപ്രീം കോടതിയുടെ ഉത്തരവ് വന്നതിന് ശേഷം അതിൽ തന്നെ കോൺട്രഡിക്ഷൻ ഉണ്ട്, അത് വേറൊരു കാര്യം. പക്ഷേ അത് ഞാൻ പറയാം. പക്ഷേ അതിനുശേഷം ഇന്നേ വരെ നമ്മൾ സംസാരിക്കുന്ന ഈ ചർച്ചയിൽ ഈ സമയം വരെ യൂണിയൻ ഗവൺമെന്റ് എന്ന കേന്ദ്ര സർക്കാർ ഈ കാര്യം ഒന്ന് അന്വേഷിക്കാൻ ഏതെങ്കിലും ഒരു സംവിധാനത്തെ നിശ്ചയിച്ച് അന്വേഷണം നടത്തിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ഈ കോൺട്രഡിക്ഷൻ ഉണ്ടെന്ന് പറയാൻ കാര്യം, ഇങ്ങനെ ജനാധിപത്യ വിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് പറയുന്ന കോടതിക്ക്, സുപ്രീം കോടതിക്ക് എന്തുകൊണ്ടാണ് ഇത് അന്വേഷിക്കണം എന്ന് യൂണിയൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടാൻ പറ്റാതെ പോയത്? കോടതിയുടെ കൈകൾ പൂർണ്ണമായും സ്വതന്ത്രമല്ല എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്നതാണ് ആ നടപടി. അത് മറ്റൊരു വശം. പക്ഷേ ഞാൻ ഉന്നയിക്കുന്ന പ്രശ്നം മറ്റേതായതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇത് അന്വേഷിക്കാൻ എന്തുകൊണ്ട് തയ്യാറായിട്ടില്ല ഈ ഗവൺമെന്റ്? അപ്പൊ അതിലടക്കം ഏത് കാര്യം എടുത്താലും അജിംഷാദ് പറഞ്ഞ കാര്യമുണ്ട്, അനിൽകുമാർ പറഞ്ഞ കാര്യമുണ്ട്, കൊടകര കുഴപ്പണ കേസുമായിട്ട് ബന്ധപ്പെട്ട്. അത് കഴിഞ്ഞ് പിന്നെ കഴിഞ്ഞ വർഷം തൃശ്ശൂരെ BJPയുടെ പഴയ ഓഫീസ് സെക്രട്ടറി, ജില്ലാ ഓഫീസ് സെക്രട്ടറി ആയിരുന്ന വ്യക്തി തിരൂർ സതീഷ് വെളിപ്പെടുത്തിയ കുറെ കാര്യങ്ങളുണ്ട്. ചാക്കുകെട്ടിലാണ് ചുമന്നുകൊണ്ട് പോയത് പണം. അയാൾ പറയുന്നത് അന്ന് 9 കോടി രൂപ ചുമന്നുകൊണ്ട് പോയി എന്നാണ് പറയുന്നത്. എന്തെങ്കിലും ഉണ്ടോ BJPക്കാർക്ക് പറയാൻ?
ഉണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഇതൊക്കെ ഇങ്ങനെ നിർബാധം നടത്തുമ്പോൾ ഇപ്പൊ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇപ്പോ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്ക് എതിരെ രേഖാമൂലം കേന്ദ്ര നേതൃത്വത്തിലേക്ക് പരാതി പോയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് സ്വന്തം കക്ഷിക്കകത്ത് ചീഞ്ഞു നാറുന്ന ആ നാറ്റം സഹിക്കാൻ വയ്യാതെ ദുർഗന്ധം വമിക്കാൻ തുടങ്ങിയപ്പോഴേക്ക് ആ കൂട്ടത്തിൽ നിൽക്കുന്നവന് തന്നെ എതിർപാളയത്തിൽ നിന്നുകൊണ്ട് പറയേണ്ടി വരികയാണ്, ഇത് അന്വേഷിക്കണമെന്ന്. ആരുണ്ട് അന്വേഷിക്കാൻ? കൈയും കെട്ടി മാറി നിൽക്കുകയാണല്ലോ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള നേതാക്കന്മാർ. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സഹായിയായ വ്യക്തി തന്നെയാണ് നേതാവ്, ഇതിൽ കുറ്റാരോപിതനായ പ്രമുഖ വ്യക്തി എന്ന് പറയുന്നത്. പിന്നെന്താണ് ചെയ്യുക? ആരെങ്കിലും ചെയ്യാനുണ്ടോ? വേലി തന്നെ വിളവ് തിന്നുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇത് അക്ഷരാർത്ഥത്തിൽ ഈ വേലി തിന്ന വിളവിനെ പറ്റിയാണ് അവർ പറയുന്നത്. അപ്പൊ ഈ വേലി തിന്ന വിളവിനെ പറ്റി ആരന്വേഷിക്കും? അന്വേഷിക്കാൻ കേന്ദ്ര ഏജൻസികൾക്കൊന്നും ഇങ്ങോട്ട് വരേണ്ട കാര്യമേ ഇല്ല. കാര്യം അത് നിശ്ചയിക്കേണ്ടത് ആരാണ്? രാജീവ് ചന്ദ്രശേഖർ നിശ്ചയിക്കണം ഇവിടെ BJPക്കെതിരെ അന്വേഷണം നടത്തണമോ വേണ്ടയോ എന്നുള്ളത്. ഇപ്പൊ അദ്ദേഹം ഗുഡ് ബുക്കിലാണ് നരേന്ദ്രമോദിയുടെ, അതുകൊണ്ട് തന്നെ അന്വേഷിക്കാൻ പോകുന്നുമില്ല. അപ്പൊ ഇനി വരുമ്പോഴേക്ക് പിന്നെ എനിക്കറിയേണ്ടത്, ഞാൻ അന്വേഷിക്കുന്നത് ഇവരുടെ ഈ തെരഞ്ഞെടുപ്പിൽ ഇവരുടെ ഈ സഹായം ഏതൊക്കെ നിലയിലാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പുറത്തു വരുമോ എന്നുള്ളതാണ്. അതിന്റെ ചില കാര്യങ്ങൾ ഇപ്പൊ ഇവിടെ പറയാൻ കഴിയാത്ത ചില കാര്യങ്ങളും കൂടെ ഉണ്ട്. അപ്പൊ അതടക്കം ലഭിച്ചിട്ടുണ്ട് ഇന്ന്, വളരെ മേജർ എവിഡൻസുകളായി തന്നെ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ പുറകെ ഞാൻ നിൽക്കുന്നുണ്ട് കേട്ടോ, അത് മറ്റൊരു കാര്യം. അപ്പോ അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് കേന്ദ്രം ഭരിക്കുന്നത്. ഞാൻ തിരിച്ചെത്താം ശ്രീ എം ജയചന്ദ്രൻ. ശ്രീ എം എസ് വേണുഗോപാൽ, ഈ കെട്ടുകണക്കിന് പണം ചുമന്നുകൊണ്ട് പോകുന്നു, കെട്ടുകണക്കിന് നോട്ടുമായി വിദ്യാർത്ഥി നേതാവ് ABVP നേതാവ് സെൽഫി ഇടുന്നു. മാത്രമല്ല തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ വലിയ ക്രമക്കേടും അഴിമതിയും. അവരുടെ തന്നെ പാർട്ടിയിലെ ഒരു വിഭാഗത്തിന് അവരുടെ കേന്ദ്ര നേതൃത്വത്തിലേക്കും സംസ്ഥാന നേതൃത്വത്തിനും ഒക്കെ എതിരെ പരാതി നൽകേണ്ട സാഹചര്യം ഉണ്ടാകുന്നു. ഇത് യഥാർത്ഥത്തിൽ അവരുടെ പാർട്ടിക്കുള്ളിലെ ഒരു പ്രശ്നമായി മാത്രം ഒതുക്കാവുന്നതാണോ? പാർട്ടിക്കുള്ളിലെ പ്രശ്നമായി മാത്രം ഒതുക്കാൻ പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ സഖാവ് അനിൽകുമാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത് ഈ ഫണ്ട് തട്ടിപ്പ് അല്ലെങ്കിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പ് എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെ പാർട്ടിക്കകത്ത് നിൽക്കേണ്ട ഒരു കാര്യമാണ്. ഞങ്ങളുടെ സഹാക്കൾ തന്ന പണം ഞങ്ങൾ തന്നെ ചെലവഴിക്കുന്നു, അതിൽ ഒരു അഴിമതിയും ഇല്ല. അത് ഉണ്ടെങ്കിൽ തന്നെ ഞങ്ങളങ്ങ് ബോധ്യപ്പെടുത്തിക്കൊള്ളുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. അത് തന്നെ അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് അവരുടെ ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഇരിപ്പുണ്ടല്ലോ, അദ്ദേഹത്തിലേക്ക് അതിന്റെ മറുപടിക്കായി പ്രയോഗം ഇല്ല. അല്ല, ദയവായി പറയൂ ശ്രീ അനിൽകുമാർ, പറയൂ, താങ്കൾ അങ്ങനെയാണോ പറഞ്ഞത്? ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ എന്നൊരു വാക്ക് പറഞ്ഞു. ഒരു കാര്യം മനസ്സിലാക്കൂ ദയവായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരാൾ പോലും ഫണ്ടിൽ ഒരു തെറ്റും കാണിക്കത്തില്ല. 2, രക്തസാക്ഷി ഫണ്ട് തൊടില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഇനി ആരെങ്കിലും പാർട്ടിയിൽ ചെയ്തുവെങ്കിൽ പാർട്ടി സംഘടനാപരമായ നടപടി എടുക്കും. ഞാൻ ചോദിക്കട്ടെ, ഇത് തന്നെ BJP ഞങ്ങൾ വളരെ ശ്രീ എം എസ് വേണുഗോപാൽ, ആ വിഷയത്തെ ഇതുമായി കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഘടകവും എല്ലാ അഴിമതികളും, ചെറിയ അഴിമതിയായാലും വലിയ അഴിമതിയായാലും ഫണ്ടിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ നാഷണൽ ഹെറാൾഡിന്റെ അഴിമതി ദേശീയ തലത്തിൽ അതൊരു ട്രസ്റ്റാണ്. ആ ട്രസ്റ്റിൻ്റെ എന്ന് പറഞ്ഞാൽ 90.25 കോടിയാണ് അതിലെ അഴിമതിയായിട്ട് ഡൽഹി മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിൻ്റെ മുമ്പാകെ കേസിരിക്കുന്നത്. ആ കേസിൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വിചാരണയിലേക്ക് പോയിരിക്കുന്നു. അതിൻ്റെ ഫണ്ട് എങ്ങനെയാണെന്നുള്ളത് കോൺഗ്രസ്സിന് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അതിലെ കണക്കിലെ കാര്യങ്ങൾ പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഞാൻ പറയുന്നത്, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അവരുടെ ഫണ്ടിൽ തിരിമറിയില്ല, ഞങ്ങളൊരു കുഴപ്പം കാണിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ അതേ കാര്യം തന്നെ BJP പറഞ്ഞാൽ എന്താ കുഴപ്പം? അതാണ് താങ്കൾ ആടിനെ പട്ടിയാക്കുന്നു, അതിനെ പേപ്പട്ടിയാക്കുന്നു, എന്നിട്ട് തല്ലിക്കൊല്ലുന്നു. സംഭവം ആടാണ്. അതായത് അത് ഞാൻ പറഞ്ഞു. ഇപ്പോൾ താങ്കൾ ആരോപിച്ച വിഷയങ്ങളിലൊക്കെ എത്തിയ രസീത് കുറ്റിയേക്കാൾ കൂടുതൽ പണമാണുള്ളത്. സാധാരണഗതിയിൽ മോഷണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പണത്തെക്കാൾ രസീത് കുറ്റിയേക്കാൾ കുറവ് പണമല്ലേ ഉണ്ടാകുന്നത്. അപ്പോ ഇവിടെ പണമാണ് കൂടുതൽ ഉണ്ടായത് ആ പിരിവ്. അത് മാത്രമല്ല അതിൽ
അതിൽ ഇപ്പോൾ പറയുന്ന കാര്യത്തിൽ പിരിവെത്തുന്നു, അതിൽ രസീത് കുറ്റിയേക്കാൾ കൂടുതൽ പണമുണ്ട്. അപ്പോൾ അവിടെ അഴിമതി നടന്നതല്ല, ചില വീഴ്ചകൾ സംഭവിച്ചതാണ്. ഇനി അതൊന്നുമല്ല, അത്തരം ഒരു മാനദണ്ഡത്തിലോ പരിപ്രേക്ഷ്യത്തിലോ ഉൾപ്പെടുത്താവുന്ന വിഷയമല്ല ഇവിടെ നടക്കുന്നത്. കോടികളുടെ അഴിമതി നടക്കുന്നു, കോടികളുടെ കള്ളപ്പണം ഒഴുകുന്നു, ചാക്ക് കെട്ടി ഓരോ ഓഫീസിൽ നിന്നും കൊണ്ടുപോകുന്നു. ഇതൊക്കെ അയോധ്യയിലായാലും ഇവിടെയായാലും കേരളത്തിലായാലും ഇതൊക്കെ താങ്കൾ ഏതെങ്കിലും രസീത് കുറ്റിയിൽ കൊടുക്കുന്നതിൽ വന്ന വീഴ്ചയുമായി കമ്പയർ ചെയ്തിട്ട് അതും ഇതും എല്ലാം ഒന്നാണെന്ന് പറയുന്നത് ഇതെന്തൊരു ന്യായമാണ്, എന്തൊരു അപനിർമ്മിതിയാണ്. ഞങ്ങൾക്ക് രസീത് കുറ്റി പോലും ഒരു കുഴപ്പം വന്നിട്ടില്ല. ഞങ്ങളുടെ രസീത് കുറ്റിയൊക്കെ കറക്റ്റ് ആണെന്ന് പറയും. ആരെ ഓഡിറ്റ് ചെയ്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഓഡിറ്റ് ചെയ്തു, ഞങ്ങൾ തന്നെ വാങ്ങി, ഞങ്ങൾ തന്നെ ഓഡിറ്റ് ചെയ്തു. അങ്ങനെയല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് താങ്കൾ പറഞ്ഞോളൂ, താങ്കളുടെ വാദങ്ങൾ പറഞ്ഞോളൂ, താങ്കളുടെ വാദങ്ങൾ പറഞ്ഞോളൂ. ഞാൻ അതായത് താങ്കൾ ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പല കാര്യങ്ങളുണ്ട്. നാഷണൽ ഹെറാൾഡ് കേസ്, ഈ നാഷണൽ ഹെറാൾഡ് കേസ് പോലെ ഈ അയോധ്യയിൽ നടന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അമിത്ഷാ അടക്കമുള്ളവർ, യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ അങ്ങനെയാണെങ്കിൽ പ്രതിക്കൂട്ടിലേക്ക് പോകേണ്ടേ? അവരെയൊക്കെ ചോദ്യം ചെയ്യണ്ടേ? അങ്ങനെ എങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ രാജീവ് ചന്ദ്രശേഖരനെ ചോദ്യം ചെയ്യണ്ടേ? ഇവിടെ മാരാർജി ഭവനിലേക്ക് ഇടി ഇരച്ചു കയറണ്ടേ? അവിടെ നിന്ന് തെളിവെടുക്കണ്ടേ? അങ്ങനെ വല്ലതും സംഭവിച്ചിട്ടുണ്ടോ? അപ്പോ അധികാരം കൈയാളുന്ന BJP ഇതിന് കുടപിടിക്കുന്നതിനെ സംബന്ധിച്ചോ ശ്രീ MS? നമ്മൾ അതിനെ താങ്കളാണ് ആടിനെ പട്ടിയാക്കുന്നത്. കാരണം ഇപ്പോൾ ഇവിടെ നമ്മുടെ ശബരിമല പ്രശ്നങ്ങൾ വന്നു, അതിലെ കെടുകാര്യസ്ഥതയും അതുപോലെ തന്നെ അഴിമതിയും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനകത്ത് മന്ത്രിമാർ ഉൾപ്പെടണം, ദേവസ്വം ബോർഡ് മന്ത്രി ഉൾപ്പെടണം, മുഖ്യമന്ത്രി ഉൾപ്പെടണം എന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ഇപ്പോൾ താങ്കൾ പറയുന്നത്. അമിത്ഷാ ഉൾപ്പെടണം, അല്ലെങ്കിൽ പ്രധാനമന്ത്രി കേവലം ഗ്രാം കണക്കിനുള്ള സ്വർണ്ണവുമായി ബന്ധപ്പെട്ട ഒരു ക്രമക്കേട് കണ്ടെത്തിയപ്പോൾ അതിന് പാകമായ അന്വേഷണം പ്രഖ്യാപിച്ചു. പക്ഷേ എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് എന്താണ്? ഇന്നയാളെ പ്രതി ചേർക്കണം, മന്ത്രി രാജിവെക്കണം എന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഈ അയോധ്യ കേസിൽ ആരൊക്കെയാണ് രാജിവെക്കേണ്ടത്? അയോധ്യയിൽ കോടിക്കണക്കിന് പണമല്ലേ രാമന്റെ ഇത് കട്ടുകൊണ്ടുപോയത്? ശ്രീരാമനെ ഉപയോഗിച്ച് അധികാരം നേടി ഇപ്പോൾ ശ്രീരാമനെ ഉപയോഗിച്ച് പണമുണ്ടാക്കി കൊള്ളയടിക്കുന്നു. ഇങ്ങനെയല്ലേ? ഇങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ അവരെ തെറ്റു പറയാനാകുമോ? ഭക്തിയാണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവും, പൊളിറ്റിക്സ് ആണ് പ്രശ്നമെങ്കിൽ അതിന് പരിഹാരം ഉണ്ടാവില്ല. ഇതുപോലത്തെ ആരോപണങ്ങൾ പരസ്പരം ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നതും രാമജന്മഭൂമി പ്രശ്നത്തിൽ നടക്കുന്നതും ഹെറാൾഡ് കേസിൽ നടക്കുന്നതും തന്നെയാണ്. അത് കൊണ്ടുപോകാനുള്ള വിചിത്രമായ വാദവും ജനറലൈസേഷനാണ്. ഇങ്ങനെ ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ BJPയെ താങ്കൾ ന്യായീകരിച്ചാൽ സാക്ഷാൽ ചെന്താമരയെ പോലും ന്യായീകരിക്കാം. ഇതേ മാനദണ്ഡം ഉപയോഗിച്ച്, ഇതേ പരിപ്രേക്ഷം ഉപയോഗിച്ച്, ഇതേ അളവുകോൽ ഉപയോഗിച്ച്. പക്ഷേ ഒരു കാര്യം, CPMന്റെ പ്രശ്നത്തിൽ ഒരു രീതിയും GJPയുടെ പ്രശ്നത്തിൽ വേറെ രീതിയും കാണുമ്പോൾ എനിക്കത് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം നമ്മളൊരു ചർച്ച നടത്തുമ്പോൾ ഇത് ഇവിടെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കല്ലേ, അവിടെ രണ്ട് നിറയാൻ പാടില്ല. ഞങ്ങളുടെ ഫണ്ട് തട്ടിപ്പ് അല്ല, ഞങ്ങളുടേതെല്ലാം കറക്റ്റായിട്ട് ആൾക്കാരുടെ കയ്യിൽ രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പൊന്നും അല്ല നടന്നത്, ആൾക്കാരുടെ കറക്റ്റായിട്ടുള്ള കണക്ക് പ്രകാരമാണെന്ന് പറയുമ്പോൾ BJP ഇത് തന്നെ പറയും, ഞങ്ങളും ഫണ്ട് തട്ടിച്ചിട്ടില്ല, ഞങ്ങളും കറക്റ്റായിട്ട്. നിങ്ങൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് 15 കോടി മെമ്പർമാരുണ്ട്. 15 കോടി മെമ്പർമാർ 10 രൂപ ഇട്ടാൽ തന്നെ 150 കോടിയായി, 100 രൂപ ഇട്ടാൽ 1500 കോടിയായി, 1000 ഇട്ടാൽ 15,000 കോടിയായി. അപ്പം ഞങ്ങളുടെ തുകയും നിങ്ങളുടെ തുകയും തമ്മിൽ കമ്പയർ ചെയ്യരുത്. ഞങ്ങൾക്ക് ഒരുപാട് പൈസയുണ്ട്, നിങ്ങൾക്ക് കുറച്ച് പൈസയേ ഉള്ളൂ, എന്നിട്ടും അവിടെ തട്ടിപ്പ് നടക്കുന്നു. ഇവിടെ ഇത്രയും കൂടുതൽ പൈസ ഉണ്ടായിട്ട് ഞങ്ങൾ തട്ടിപ്പ് നടത്തുന്നില്ല, ഞങ്ങളെല്ലാം ഓഡിറ്റ് നടത്തുന്ന അവരും പറയും. ഈ പ്രശ്നം കഴിയുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. അങ്ങനെ പറയുമെങ്കിൽ ഇങ്ങനെ പരാതി പോത്തില്ല. ഞാൻ ഒരൊറ്റ കാര്യം ശ്രീ MS, ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നു. MS വേണുഗോപാൽ ഒറ്റ കാര്യം ചോദിക്കുന്നു. ഒരു ABVP തലത്തിലുള്ള ഒരു വിദ്യാർത്ഥി നേതാവ് എങ്ങനെയാണ് ഇത്രയും കോടിക്കണക്കിന് പണവുമായി സെൽഫി ഇടുന്നത്? തീർച്ചയായിട്ടും അതിനകത്ത് അന്വേഷണം വേണ്ടതാണേ, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. പണം അധികമായിട്ട് ഇപ്പം നമുക്കിപ്പോൾ അറിയാമല്ലോ, 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ കൂടുതൽ നമ്മൾ കയ്യിൽ വെക്കാനുള്ള അവകാശം പോലും നമുക്കില്ല. അപ്പോൾ അതിൽ കൂടുതൽ പണം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ്. അത് കേരള സർക്കാർ അന്വേഷിക്കണം, ദേശീയ സർക്കാർ അന്വേഷിക്കണം, അതിന് യാതൊരു തെറ്റുമില്ല. പക്ഷേ അത് നമ്മൾ വേറൊരു ന്യായം പറഞ്ഞ് കവർ ചെയ്യരുത്. ഞങ്ങളുടെ
അഴിമതിയല്ലെന്നോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഫണ്ട് തട്ടിപ്പിനെ കുറിച്ച് പ്രശ്നം വന്നാൽ അത് ഞങ്ങൾ കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, നിങ്ങളുടെ ഫണ്ട് തട്ടിപ്പ് മഹാകുഴപ്പമാണെന്ന് പറയുമ്പോഴാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു ഫണ്ട് തട്ടിപ്പായി BJP ഇപ്പോൾ നടത്തുന്നത്, അത് അയോധ്യയിലായാലും ഇവിടെ നടത്തുന്നതുമായി കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത തരത്തിലെ മെറിറ്റാണുള്ളത്. കാരണം കോടികളുടെ, ഞാനതാണ് ഒരൊറ്റ എക്സാമ്പിൾ ചോദിച്ചത്. അതിൻ്റെ ഒരു എക്സാമ്പിളായി ഏറ്റവും ഈ ചോറ് വെന്തോന്ന് നോക്കാൻ മുഴുവൻ നോക്കണ്ടല്ലോ, ഒറ്റ എക്സാമ്പിളാണ്. ഒരു വിദ്യാർത്ഥി നേതാവ്, ഒരു ABVP നേതാവ് എങ്ങനെയാണ് കോടിക്കണക്കിന് പണവുമായി ഉള്ള ബാഗ് തുറന്ന് സെൽഫി ഇടുന്നത്? അതെവിടെയാണ് താങ്കൾ കണ്ടിട്ടുള്ളത്? അല്ല, ഇത് ഞാൻ അതാണ് പറഞ്ഞത്, ഒരു പാർട്ടിയിൽ മാത്രമല്ല പല പാർട്ടിയിലും ഇത്തരം കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ നടക്കുന്നത് പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിന് തീർച്ചയായിട്ടും വേണ്ടത് ഒരു സ്വതന്ത്ര ഏജൻസി രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യണം. ഇത് ഞാനല്ല പറഞ്ഞത്, TN ശേഷൻ പറഞ്ഞ കാര്യമാണ്. അതായത് രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് ഒരു സ്വതന്ത്ര ഏജൻസി അല്ലെങ്കിൽ AG ഓഡിറ്റ് ചെയ്യണം. അതാണ് നേരത്തെ ഓഡിറ്റ് ചെയ്യാനായിട്ട് അഴിമതിയുടെ പ്രശ്നം പറയുന്നു, അല്ലെങ്കിൽ രക്തസാക്ഷി ഫണ്ടിന്റെ പ്രശ്നം, അപ്പോൾ CPM ഫണ്ട് ഓഡിറ്റ് ചെയ്യണം. അതുപോലെ തന്നെ നാഷണൽ ഹെറാൾഡിന്റെ ഫണ്ടിന്റെ കാര്യത്തിൽ AG ഓഡിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ AGയുടെ ഓഡിറ്റിന് ഒരു വില നമ്മളിപ്പോഴും കൽപ്പിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ ഈ രാജ്യത്ത് നില അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കും. പല വിധത്തിലുമുള്ള കിംവദന്തികളുടെ പേരിൽ പലരുടെയും ഓഫീസുകളിൽ, പലരുടെയും വീടുകളിൽ, പലരെയും പിറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ED എന്താണ് ഈ കേസിൽ ഒരു പേപ്പറുമായി മാരാർജി ഭവനിലേക്ക് കയറി ചെല്ലാത്തത്? താങ്കൾ പറഞ്ഞു സ്വതന്ത്ര ഏജൻസി കേസ് എന്നൊക്കെ പറഞ്ഞല്ലോ, എന്തുകൊണ്ട് കയറി ചെല്ലുന്നില്ല? അത് ശരിയാണോ? അത് ശരിയാണോ? ഇവിടുത്തെ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ എന്തുകൊണ്ട് ഈ പ്രശ്നത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നില്ല? അപ്പോൾ അത് ചെയ്യാമല്ലോ, ഒരു പൗരന് വരെ ചെയ്യാവുന്നതാണ്. എനിക്കോ താങ്കൾക്കോ ചെയ്യാവുന്നതാണ്. ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പാർട്ടികൾ നമുക്ക് എല്ലാവർക്കും പറയാം. അത് ഇന്നല്ല പണ്ട് മുതലേ പറയുന്ന ഒരു അവരെ നമുക്ക് വിശ്വസിക്കണ്ട. പക്ഷേ ഹൈക്കോടതി നമുക്കൊരു പെറ്റീഷൻ ഫയൽ ചെയ്യാം. അതിന്റെ മുറക്കി നടക്കും. അങ്ങനെ ഒരു നിയമ സംവിധാനം ഇവിടെ ഉണ്ടല്ലോ. യോഗി ആദിത്യനാഥും പറയുന്നത് ഈയിടെയാണ് ഞങ്ങളുടെ അവിടെ ഒരു മോഷണം ഞങ്ങൾ പിടിച്ചു. രാഷ്ട്രീയമായിട്ട് നിങ്ങൾ അദ്ദേഹം പറയുന്നത്. താങ്കൾ അതിനെ അഡ്രസ് ചെയ്തില്ല. എന്തുകൊണ്ട് EDയെ പോലൊരു ഏജൻസി മറ്റുള്ള കാര്യത്തിൽ കാട്ടുന്ന ഇതിനുമായി ഒരു തരത്തിലും താരതമ്യം ചെയ്യാത്ത കാര്യത്തിൽ, വളരെ തുലവും ചെറിയമായ കാര്യത്തിൽ, കിംവദന്തികളുടെ പേരിൽ പോലും കയറി ഇറങ്ങുന്ന ED എന്തുകൊണ്ട് മാരാർജി ഭവനിലേക്ക് ഒരു നോട്ടീസുമായി കയറി ഇറങ്ങുന്നില്ല? ഇവരെ ഒന്നും ചോദ്യം ചെയ്തില്ല. അതിൽ താങ്കൾക്ക് ഒരു അസ്വാഭാവികത? ഇവിടെ ആരെങ്കിലും മാരാർജി ഭവനിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് EDക്ക് പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടോ? പെറ്റീഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെറ്റീഷൻ കൊടുക്കാതെ എങ്ങനെയാ പറയുന്നത്? പെറ്റീഷൻ കൊടുക്കണ്ടേ? ഒരു പെറ്റീഷൻ നമ്മൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അന്വേഷിച്ചില്ലെങ്കിൽ നമുക്ക് പറയാം. പെറ്റീഷൻ കൊടുക്കുകയില്ല. ഞാൻ ആവർത്തിച്ച് ചോദിച്ചത് താങ്കളുടെ റൂട്ട് മനസ്സിലാകാനാണ്, കൂടുതൽ വ്യക്തമാക്കാനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചത്. എന്റെ റൂട്ട് എന്ന് പറയുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരേ ത്ലാപ്പ് വേണം. ഞങ്ങളത് ചെറിയ ഫണ്ട് തട്ടിപ്പ്, മറ്റേത് വലിയ ഫണ്ട് തട്ടിപ്പ്. ഞങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതും ശരിയാവില്ല. അത് തന്നെയാണെങ്കിൽ BJPയും പറയും ഞങ്ങള് 15 കോടിയിലധികം ആൾക്കാർ ഞങ്ങളുടെ മെമ്പർമാരുണ്ട്, അവരെ നിന്ന് വാങ്ങിച്ച പടമാണ്, ഞങ്ങൾ അവരെ ബോധ്യമാകാത്തതാണ്. MS വേണുഗോപാൽ പറയുന്നത് BJPയുടെ തന്നെ ഒരു വിഭാഗത്തിന് ബോധ്യമാകാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അത്രയേറെ ഔദ്യോഗിക പക്ഷത്തോട് അല്ലെങ്കിൽ ഇത് നടത്തിയവരോട് ചേർന്ന് നിന്നാണ് MS വേണുഗോപാൽ വാദിക്കുന്നത്. ഈ കാര്യത്തെ സംബന്ധിച്ച് പരാതി കൊടുക്കണം അത്രേ, കോടതിയിൽ പോകണം അത്രേ. അല്ല, അതെ, കൊടകരയിൽ കേരള പോലീസാണ് 1000 പേജുള്ള കുറ്റപത്ര സഹിതം EDക്ക് അറിയിപ്പ് കൊടുത്തത്. ഇന്ന ആളുകളുടെ കയ്യിൽ നിന്നും ഞങ്ങൾ 1,47,00,000 രൂപ കണ്ടെടുത്ത് കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ട്, ഇത് കള്ളപ്പണമാണ്. ധർമ്മരാജന് 25 ലക്ഷമാണ് പറഞ്ഞതെങ്കിലും യഥാർത്ഥത്തിൽ അതല്ല, 40 കോടി ഉണ്ടായിരുന്നു. അത് കർണാടകത്തിലെ കോൺഗ്രസിൻ്റെ BJPയുടെ ഒരു MLC, അദ്ദേഹം ഇപ്പോൾ രാജ്യസഭാ അംഗമാണ്, അദ്ദേഹമാണ് ഈ പണം കൊടുത്തുവിട്ടത്. ഇതടക്കമുള്ള മുഴുവൻ കാര്യങ്ങളും കൊടുത്തിട്ടും ED കൈപ്പറ്റിയിട്ടും ED അക്കാര്യത്തിൽ അന്വേഷണം നടത്താതെ, കുറ്റപത്രം ഫലപ്രദമായി കൊടുക്കാതെ ആ കേസ് അട്ടിമറിക്കുന്നതാണ് നമ്മൾ കേരളത്തിൽ കണ്ടത്.
അങ്ങനെ കൊടകരയിൽ കേരള പോലീസ് ഫലപ്രദമായി ചെയ്ത കാര്യം പോലും അട്ടിമറിച്ചപ്പോൾ വി ഡി സതീശനും സംഘവും കേരളത്തിലെ BJPക്ക് പരിചയമായിട്ട് നിന്നു. ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത് പിണറായി സർക്കാരല്ല, സതീശൻ സർക്കാരാണ്. മാരാർജി ഭവൻ അതുകൊണ്ട് സതീശൻ്റെ റഡാറിലാണ്. സതീശൻ്റെ അന്വേഷണ റഡാറില്ല, സംരക്ഷണ റഡാറിലാണ്. അതുകൊണ്ട് അവിടെ എന്തും നടക്കും. ഇപ്പോൾ സെൽഫി എടുത്ത ആളവിടെ ഇല്ലേ? നിങ്ങൾ BJP നേതാക്കന്മാർ ചോദിച്ചോ സെൽഫിക്കാരനോട് എവിടുന്ന് കിട്ടി ഈ നോട്ടെല്ലാം? ഈ നോട്ട് എവിടുന്ന് കിട്ടി? BJPയുടെ ആഫീസിൽ വെച്ചല്ലേ സെൽഫി എടുക്കുന്നത്. ഉയർന്നു വന്ന ആരോപണങ്ങളുടെ വസ്തുതകളെല്ലാം പുറത്തു വന്നിട്ടുണ്ടല്ലോ. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഇനിയിപ്പോൾ നമ്മൾ തെളിയിക്കാൻ നമ്മൾ ഹൈക്കോടതി പോകണം. പിന്നെ മോദി എന്തിനാ ഇന്ത്യ ഭരിക്കുന്നത്? ഇന്ത്യ രാജ്യത്തിന് പുറത്തുള്ള നോട്ടെല്ലാം കൂടെ, കള്ളനോട്ടെല്ലാം കൂടെ പിടിക്കാനാണ്. വിദേശത്ത് പോയ നോട്ടെല്ലാം കൂടെ പിടിച്ച് നമ്മുടെ എല്ലാ അക്കൗണ്ടിൽ 15 ലക്ഷം രൂപ തരുമെന്ന് പറഞ്ഞാണ് മോദി അധികാരത്തിൽ വന്നത്. 12 കൊല്ലമായി. എൻ്റെ അക്കൗണ്ടിൽ വന്നില്ല, വേണു സാറിൻ്റെ അക്കൗണ്ടിൽ വന്നെങ്കിൽ അങ്ങേക്ക് ഇപ്പം മറുപടി പറഞ്ഞ അങ്ങേക്ക് തൃപ്തികരമായിട്ട് തോന്നുന്നുണ്ടാവും. 15 ലക്ഷം രൂപ വിദേശത്തെ കള്ളപ്പണം പിടിച്ചുകൊണ്ട് കൂടെ തരും. നോട്ട് നിരോധിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈ കള്ളനോട്ടല്ല ആരുടെ കയ്യിലാണ്? വേറൊരു സമുദായക്കാരുടെ കയ്യിലാണ്. അത് പാകിസ്ഥാനിത് കണ്ടെയ്നർ കൊണ്ടിരുന്നുണ്ട്. ഇത് നോട്ട് നിരോധിക്കുന്നതോടുകൂടി ഭീകരവാദം ഒഴിവാകും. 50 ദിവസം എനിക്ക് തരണം. നിങ്ങളുടെ ഈ നോട്ടില്ലാത്തതിന് കാരണം ഈ രാജ്യം ശുദ്ധീകരിക്കാനാണ്. അവസാനം രാജ്യം ശുദ്ധീകരിച്ചു. ഇപ്പോൾ കള്ളപ്പണം BJPയുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഈ രാജ്യത്ത് എത്ര കോടി രൂപയാണ് BJPയുടെ കള്ളപ്പണം ഇരിക്കുന്നത്? അത് വെച്ചല്ലേ MP മാരെല്ലാം ചാക്കിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ കൺമുമ്പ് നിൽക്കുമ്പം നിങ്ങളുടെ ഹൈക്കോടതി പോകണം. ഹൈക്കോടതി പോയിട്ട് ആരോട് അന്വേഷിക്കാൻ പറയും? EDയോട്. ED ആരുടേതാണ്? നിർമ്മല സീതാരാമൻ്റെ. അവരന്വേഷിക്കുമോ? നമ്മളൊരു രാഷ്ട്രീയ ചർച്ചയിൽ രാഷ്ട്രീയം സംസാരിക്കണം. അതിൽ എല്ലാ പാർട്ടികളിലും ഇങ്ങനെയാണ്. എല്ലാ പാർട്ടികളിലും ഇങ്ങനെയാണ്. പിന്നെ BJP എന്തിനാണ് ഇന്ത്യ ഭരിക്കണത്? 12 കൊല്ലമായിട്ടും എല്ലാ പാർട്ടികളെയും നിയന്ത്രിക്കാൻ ഇന്ത്യ ഗവൺമെൻറ് പരാജയപ്പെട്ടു. മോദി വേറെ പണിക്ക് പോകാൻ പറ. അയോധ്യയിൽ എന്തായാലും കൊള്ളക്കാരെ തടയാൻ മോദിക്കായില്ല, യോഗി ആദിത്യനാഥായില്ല. അയോധ്യയിലെ കൊള്ള നടക്കുമ്പോൾ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആരാണ്? അയോധ്യയിലെ 2 വലിയ ചടങ്ങിൻ്റെ അധ്യക്ഷൻ മോഹൻ ഭഗവതും നരേന്ദ്രമോദിയാണ്. എങ്ങനെ മോഹൻ ഭഗവത് അവിടെ വന്നത്? മോഹൻ ഭഗവതിനെ അവിടെ കൊണ്ടുവന്നത് ആരാണ്? ട്രസ്റ്റ്, RSSൻ്റെ ട്രസ്റ്റാണ്. ഇപ്പോൾ ട്രസ്റ്റിലെ ആളെ മാറ്റി തിരഞ്ഞെടുപ്പ് നടത്തിയിട്ടാണോ മാറ്റിയത്? പുതിയ ആൾ വന്നല്ലോ. ആരെ നിയമിച്ചത്? RSSാണ് നിയമിച്ചത്. എന്നിട്ട് ഈ മോഷണത്തിന് മുഴുവൻ ഉത്തരം പറയാൻ RSSനും BJPക്കും ഉത്തരവാദിത്തമില്ലേ? എല്ലാ അമ്പലത്തിലും മൂട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് അയോധ്യയിലും മൂട്ടിച്ചു. ഇതാണല്ലോ BJPയുടെ ന്യായം. എല്ലാ അമ്പലത്തിലും മൂട്ടിക്കുന്നുണ്ട്. അതുകൊണ്ട് ബദ്രിനാഥിലും മൂട്ടിച്ചു. ഇതാണല്ലോ BJPയുടെ ന്യായം. ഇപ്പം തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വിദേശത്തുനിന്ന് വരുന്ന ഫണ്ടുമായി ബന്ധപ്പെട്ട് വലിയ നിയമനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. FCRI ചട്ടഭേദഗതി. എന്നിട്ടോ ആ പള്ളിയും പള്ളിയുടെ ട്രസ്റ്റും പള്ളിയുടെ ആശുപത്രിയും പള്ളിയുടെ സ്കൂളും എല്ലാം ഞങ്ങളുടേതാകും. അതാണ് BJP പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വിദേശ പണം വരുമ്പോൾ എല്ലാം കൃത്യമായിരിക്കണം. അയോധ്യയിൽ ഞങ്ങൾക്ക് മോട്ടിക്കാം. ഇനി അപ്പുറം FCRI നിയമം അത് ന്യൂനപക്ഷങ്ങൾ എല്ലാം അങ്ങ് സഹിച്ചോണം. ഇതാണ് BJP. ഇവിടെ ഈ നമ്മുടെ നാഷണൽ ഹെറാൾഡ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ചിരി വന്നത്. നരേന്ദ്രമോദിക്ക് തീരെ ബുദ്ധിയില്ലേ? ഒരു ED ഒരു കേസ് കൊടുക്കുമ്പോൾ FIR വേണമെന്ന് മോദിക്ക് അറിയത്തില്ലേ? നിങ്ങൾ കള്ളനും പോലീസും കളിക്കല്ലേ? രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും മോദി അമിത്ഷയും നിങ്ങൾ കള്ളനും പോലീസും കളിക്കുകയാണ്. ഈ കള്ളനും പോലീസും കളി എങ്ങനെയാണ്? നിങ്ങൾ തല്ലുന്നതായിട്ട് അഭിനയിക്കും, പക്ഷേ രാഹുൽ ഗാന്ധിക്ക് നോവില്ല, സോണിയാഗാന്ധിക്ക് ഒട്ടും നോവില്ല. അതാണ് മോദിയുടെ തല്ല്, മോദി തല്ല്, സ്നേഹത്തല്ലെന്ന് പറയും. നമ്മുടെ ഓണത്തല്ല് പോലൊരു തല്ലാണ്. നാഷണൽ ഹെറാൾഡ് കേസിലെ സത്യം എന്താ? FIR ഉണ്ടോ? ഇപ്പോൾ കോടതി കേസുണ്ടോ? ആ കേസ് തള്ളിപ്പോയില്ലേ? തള്ളാൻ കാരണം എന്താണ്? ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് കേസ് പോയത്. FIR ഇല്ലാതെ ആ കേസ് നിൽക്കില്ല. എന്നപ്പോൾ ഒരു FIR എടുത്താൽ പോരെ? നാഷണൽ ഹെറാൾഡ് കേസിൽ നമ്മുടെ മുമ്പിലെ വസ്തുത എന്താണ്? നാഷണൽ ഹെറാൾഡ് എന്ന് പറയുന്ന ആ വലിയ സ്ഥാപനം, 12,000 കോടി രൂപ സമ്പത്തുള്ള സ്ഥാപനം, ഒരു 95 കോടി രൂപ 99.5 കോടി രൂപ കോൺഗ്രസിൻ്റെ ഫണ്ട് കൈമാറ്റം ചെയ്ത് യങ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു സ്വകാര്യ ട്രസ്റ്റ് വാങ്ങിച്ചു. ആ സ്വകാര്യ ട്രസ്റ്റിൻ്റെ 76% ഷെയറും അമ്മയും മകനും എടുത്തു. സോണിയാഗാന്ധിയും മകൻ രാഹുൽ ഗാന്ധിയും.
ഇങ്ങനെ ട്രസ്റ്റ് ഉണ്ടാക്കിയ കാര്യം രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് നോട്ടിഫിക്കേഷൻ ഇല്ല, തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പമുള്ള രേഖയിലില്ല, അവരുടെ ഇൻകം ടാക്സ് റിട്ടേണിലില്ല. യങ് ഇന്ത്യ എന്ന് പറയുന്ന രജിസ്റ്ററിൻ്റെ ഒരു സ്ഥാപനത്തിൻ്റെ ഒരു റെക്കോർഡും അതിൻ്റെ വരുമാനം സംബന്ധിച്ച റെക്കോർഡും ഔദ്യോഗികമായി കൊടുത്തിട്ടില്ല. ഇത് കള്ളപ്പണമാണ്. ഇതാണ് ഇ ഡിയുടെ കേസ്. അതിനൊരു FIRൻ്റെ കുറവുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധിയോട് എന്തൊരു സ്നേഹമാണ്. ഒരു FIR രാഹുൽ ഗാന്ധിയുടെ പേരിൽ എടുത്താൽ കാരണം അവിടുന്ന് കേസ് നല്ല കേസാവും. അവിടുന്ന് തന്നെ കോടിക്കണക്കിന് രൂപയാണ് ഭർത്താവ് വഴി ഇവരുടെ BJP ഫണ്ടിലേക്ക് എത്തിയത്. സ്നേഹത്തല്ലാണ്. അത് വേറെ കാര്യം, നമ്മളിതിവിടെ കൂട്ടിക്കുഴക്കണ്ട. ഞാൻ കൃത്യം ഇതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇപ്പോൾ ഈ നാഷണൽ ഹെറാൾഡ് കേസിൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്ക് പേരെ ഒരു FIR ഉണ്ടാവും. പിണറായി വിജയനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് രാഹുൽ ഗാന്ധി ചോദിച്ചു. അതെ, തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ പേരിൽ FIR ഇല്ല? FIR ഇല്ലാത്തതിന് കാരണം എന്താണ്? ഒറ്റ കാര്യമുള്ളൂ, സോണിയാഗാന്ധിയുടെ പേരിലും രാഹുൽ ഗാന്ധിയുടെ പേരിൽ FIR ഇടാത്തതിന് കാരണം എന്താണ്? FIR ഇട്ടാൽ ED യുടെ കേസ് ഗൗരവമുള്ള കേസായി. മറ്റെന്താണ്? വ്യാജ പോരാട്ടമാണ്, സ്നേഹത്തല്ലാണ്, ഡീലാണ്, പച്ചയായ ഡീല്. നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും അറിയാൻ വയ്യേ ഒരു FIR ഇടാതെ ED കേസ് നിലനിൽക്കത്തില്ലെന്ന്, ECIR ഇല്ലാതെ നിലനിൽക്കത്തില്ലെന്ന്. ECIR ഇല്ലാതെ അന്വേഷിക്കുന്നത് സിവിൽ കേസാണ്. എത്ര റൂളിംഗ് ഉണ്ട്, എത്ര കോടതി വിധിയുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ FIR ഇല്ലാതെ പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രൈവറ്റ് കംപ്ലൈൻറ്റിൽ ഇങ്ങനെ കയറ്റി കൊണ്ടുപോയി ഇപ്പം പിടിക്കും എന്നിട്ടോ ആ കേസ് പോയ കേസ് വിചാരണയുണ്ടെന്ന് ഇപ്പോൾ വാദിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ ഇവിടുത്തെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ ഇലക്ട്രൽ ബോണ്ട് പങ്കിട്ടവരാണ് കോൺഗ്രസും BJPയും. ഞങ്ങൾ തലയുയർത്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഒരു വെള്ളി രൂപ. നിങ്ങൾ വിഴിഞ്ഞത്തെക്കുറിച്ച് കണ്ടല്ല, അദാനിയുടെ ഈ ഓഹരി വിൽപ്പനയുടെ കോലാഹലം ഉണ്ടല്ലോ, ആ അദാനിയുടെ ഒരു വെള്ളി രൂപ ഫണ്ട് ഇലക്ട്രൽ ഫണ്ട് വാങ്ങിക്കാത്ത പാർട്ടിയുടെ പേരാണ് CPM. നിങ്ങൾ കണക്ക് നോക്ക്, ഞങ്ങളുടെ കണക്കല്ല, അദാനിയുടെ കണക്ക് നോക്ക്. ഞങ്ങളിത് ഓഹരി കച്ചവടത്തെ എതിർത്തു, വേണേ അദാനി വെളിപ്പെടുത്തട്ടെ. ഇതാണ് CPMൻ്റെ അഭിമാനം. ഞങ്ങൾ ഈ കേരളത്തിനകത്തെ ഈ 10 കൊല്ലക്കാലം ഭരിച്ചിട്ട് തലയുയർത്തിയാണ് നിൽക്കുന്നത്. ഒരു തെറ്റായ കാര്യത്തിനും ഈ സർക്കാർ ആരുടെ പിന്നാലെ പോയിട്ടില്ല. ഞങ്ങളെക്കുറിച്ച് വ്യാജങ്ങളും നുണകളുമൊക്കെ ധാരാളം കിടക്കും, അത് പൊളിയുകയും ചെയ്യും. അതുകൊണ്ട് തലയുയർത്തി പിടിച്ച് പറയുകയാണ്, ഒരഴിമതിയും നടത്താത്തവരാണ് ഞങ്ങളെ മറ്റാരെങ്കിലും കൂട്ടി സമീകരിക്കാൻ നടക്കരുത്. ഇപ്പോൾ BJPയിൽ വിഷയം വന്ന ചൂണ്ടിക്കാണിക്കുന്നു. ധനരാജന് ഫണ്ടിനെക്കുറിച്ച് കളവ് പറഞ്ഞപ്പോൾ കളവാണെന്ന് പറഞ്ഞു, കൃത്യമായ വിവരമുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് CPM കണക്ക് കൊടുക്കുന്ന പാർട്ടിയല്ലേ? കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷന് കണക്ക് കൊടുത്തിട്ടില്ലേ? ഞങ്ങൾക്ക് കിട്ടിയ വരവെല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടില്ലേ? അങ്ങനെ കൊടുത്ത ഘട്ടത്തിലാണ് ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് ആന്ധ്രാപ്രദേശിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 20,000 രൂപ വാങ്ങിയ ഒരു വിവരം 10 കൊല്ലം മുമ്പ് പുറത്തു വന്നത്. 10 കൊല്ലം മുമ്പാണ്. ഞങ്ങളെടുത്ത തീരുമാനം എന്താണ്? ഈ ഇലക്ഷൻ ആയിട്ട് ഏത് കാര്യമായിക്കോട്ടെ കോർപ്പറേറ്റ് ഫണ്ട് വാങ്ങില്ല, അങ്ങനത്തെ തീരുമാനം ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. അതാണ് ഞങ്ങളുടെ അഭിമാനം. അതുകൊണ്ട് അഴിമതി നടത്തുന്നവരും ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടാവില്ല. തെറ്റ് കാണിച്ചാൽ തിരുത്താനും നടപടിയെടുക്കാനും ഒക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങളുടെ പാർട്ടിയുടെ പണി എന്താ? നിങ്ങൾക്ക് ഈ കള്ളപ്പണമല്ലേ, മേല് നോവാത്ത പണമല്ലേ? ഞങ്ങളുടെ ആളുകളെല്ലാം കൊടുക്കുന്ന സംഭാവന ചെയ്യാൻ, സംഭാവന ചെയ്തതിന് അക്കൗണ്ടില്ലേ? BJPയുടെ കേന്ദ്ര കമ്മിറ്റിക്ക് അക്കൗണ്ടില്ലേ? ആ അക്കൗണ്ടിലെ സംഭാവന രേഖ നോക്കാമോ? ഞാൻ രേഖ നോക്കിയിട്ടുണ്ട്. അങ്ങ് ഇവിടെ പറഞ്ഞ വേണുഗോപാൽ സാർ ഇവിടെ പറഞ്ഞ പോലെ നിങ്ങളുടെ ആളുകൾ കൊടുത്ത 15,000 കോടി അല്ല കേട്ടോ, അങ്ങനെ കൊടുത്ത കോടിയല്ല. എവിടൊക്കെ റെയ്ഡ് നടന്നിട്ടുണ്ടോ, ED റെയ്ഡ് ചെയ്തിടത്ത് EDയുടെ കയ്യിൽ നിന്ന് എണ്ണി EDയെ കൊണ്ട് അവിടെ റെയ്ഡ് നടത്തിച്ച് വലിയ കമ്പനികൾ പണം കൈമാറിയതാണ് ഇലക്ട്രൽ ബോണ്ട്. ED റെയ്ഡ് നടത്തിയ കമ്പനി BJPക്ക് പണം കൊടുത്തു. ED റെയ്ഡ് ഉള്ളിടത്ത്, ED കേസെടുത്തിടത്ത്, CBI റെയ്ഡ് ചെയ്തെടുത്ത് പിറ്റേ ദിവസം മുള്ളിക്കൊണ്ട് കാശ് കൊണ്ട് കൊടുത്തു. ഇതാണ് ഇലക്ട്രൽ ബോണ്ട് അഴിമതി, പച്ചയായ അഴിമതി. ഇത് നടത്തിയ BJPക്കാർ സമീകരിക്കാൻ വന്നിരിക്കുക. ഇലക്ട്രൽ ബോണ്ടൊന്നും അല്ലല്ലോ, അയോധ്യയിൽ കട്ട എത്രയാ, വല്ല കണക്കുണ്ടോ? എന്നിട്ട് ന്യായീകരിക്കാൻ മടിയില്ലാത്ത BJPക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഓരോ കാര്യത്തിന്. അതുകൊണ്ട് ഇത് ജനങ്ങൾ തുറന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്താണ് BJP എന്നുള്ളത്. ഇത് BJPയുടെ വാട്ടർലൂ ആണ് അയോധ്യയിലെ കൊള്ള BJPയുടെ വാട്ടർലൂ ആണ്. അയോധ്യയിൽ രാമനെ മൂട്ടിച്ചതോടുകൂടി, രാമൻ്റെ സ്വത്ത് കൊള്ളയടിച്ചതോടുകൂടി BJP ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേരറ്റ് പോകുന്ന പാർട്ടിയായി മാറും. അത് മാത്രമല്ല, ഈ സ്നേഹത്തല്ലിൻ്റെ മറ്റൊരു ഉപകാര സ്മരണയാണ് രാഹുൽ ഗാന്ധി ഇതുവരെയും ഈ വിഷയത്തെ ഉയർത്തിക്കാട്ടി ശക്തമായ പ്രതിരോധം തീർത്തിട്ടില്ല. വലിയ പ്രസംഗമൊക്കെ നടത്തി, പക്ഷേ രാമക്ഷേത്ര കൊള്ളയെ സംബന്ധിച്ച് ഒരു വാക്ക് മിണ്ടിയിട്ടില്ല. അല്ല, രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഇല്ലല്ലോ. ഇപ്പോൾ
ഇപ്പൊ വന്നെന്ന് തോന്നുന്നു. രാഹുൽ ഗാന്ധി ഫാസിസത്തിനെതിരെ സമരം ചെയ്യാൻ പോയിരിക്കുകയാണ്. ഇന്ത്യയിലില്ല, എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. ഇന്ത്യയിലില്ല, എവിടെയാണെന്ന് ആർക്കും അറിയത്തില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ വലിയ വർത്തമാനം പറയുന്ന ആളുകൾ രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമല്ല, കോൺഗ്രസ് രാഷ്ട്രീയ പ്രക്രിയയുടെ ഭാഗമല്ല. BJPക്ക് ഏറ്റവും സൗകര്യമുള്ളൊരു പ്രതിപക്ഷമായി കോൺഗ്രസ് നിൽക്കുകയാണ്. തീർച്ചയായും സ്വയം പരാജയപ്പെടുത്തിക്കൊണ്ട് നിൽക്കുകയാണ്. തീർച്ചയായും. ശ്രീ MS വേണുഗോപാൽ, ഈ BJPക്കാർ തന്നെ, BJPയിലെ വലിയൊരു വിഭാഗം തന്നെ ഈ കള്ളപ്പണം ഒഴുക്കിയതും, അതായത് അവരുടെ പാർട്ടി കേന്ദ്ര നേതൃത്വം നൽകിയ കൊടിക്ക് വരെ പണമിട്ട് നേടിയതിലെ നേതൃത്വത്തിൻ്റെ പങ്കടക്കം ബോധ്യമാക്കുന്ന കണക്കുകൾ അവരുടെ ദേശീയ നേതൃത്വത്തിന് അയച്ചു കൊടുത്തു. ആ കണക്കുകൾ വായിച്ചാൽ താങ്കൾ ഈ വാദം പറയില്ല. ഞാൻ എന്ത് വാദം പറഞ്ഞെന്നാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ ഒറ്റ വാദമേ ഉള്ളൂ. അതായത് രാഷ്ട്രീയ പാർട്ടികൾ, ചെറിയ പാർട്ടികൾ ചെറിയ കൊള്ളയും വലിയ പാർട്ടികൾ വലിയ കൊള്ളയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിനൊരു മാറ്റം വരണമെങ്കിൽ TN ശേഷൻ പറഞ്ഞ പോലെ ഇലക്ഷൻ പ്രോസസ്സിൽ മാറ്റം വരുത്തണം. രാഷ്ട്രീയ പാർട്ടികളുടെ ഫണ്ട് പിരിവിൽ കുഴപ്പമില്ല, ഫണ്ട് പിരിച്ചോട്ടെ, പക്ഷേ പിരിച്ച് കണക്ക് കൊടുക്കുന്നതിൽ ഓഡിറ്റിംഗ് വേണം. അപ്പോൾ ഈ ഓഡിറ്റിംഗ് നടക്കാതെ അത്തരത്തിൽ ഓഡിറ്റിങ്ങിന് വിധേയമാകണോ? അത് രാഷ്ട്രീയ പാർട്ടികളാണ്, രാഷ്ട്രീയ പാർട്ടികൾ മുഴുവൻ. മറ്റേത് സാംസ്കാരിക സംഘടനകൾക്ക് അത് വേറെ ഉണ്ട്. അത് ഓഡിറ്റിംഗ് അവിടെ നടക്കട്ടെ. രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഓഡിറ്റിംഗ് രാഷ്ട്രീയ പാർട്ടികൾ നടത്താൻ ഇന്റേണൽ ഓഡിറ്റിംഗ് അല്ല, ഇന്റേണൽ ഓഡിറ്റിംഗ് എല്ലാവരും നടത്തിയെന്ന് പറയും. RSSനെ മുൻനിർത്തിയാണ് ഇതുപോലെ അയോധ്യയിലായാലും ഈ രീതിയിൽ പണങ്ങൾ സ്വരൂപിക്കുന്നതിലേക്ക് BJP നീങ്ങുന്നത്. നേരത്തെ കൃത്യമായി K. അനിൽകുമാർ വരച്ചിട്ടു. അങ്ങനെയാണെങ്കിൽ RSSും ഓഡിറ്റിങ്ങിന് വിധേയമാകണ്ടേ? അതെന്താ താങ്കൾ പറയാത്ത? അല്ല, അത് രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം ഞാൻ ഇവിടെ പേര് പറയുന്നതല്ലേ? അല്ല, സാംസ്കാരിക സംഘടനകളാണെങ്കിൽ സാംസ്കാരിക സംഘടനകളും അതിന് വേറൊരു മെത്തേഡുണ്ട്. ആ മെത്തേഡ് അവർക്കും ഫോളോ ചെയ്യാം. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യം പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ എല്ലാം എന്തുകൊണ്ട് ഇത്ര വലിയ ഫണ്ട് കിട്ടുന്നു? ഇതെല്ലാം കിട്ടുന്നത് അധികാരമുള്ളത് കൊണ്ടാണ്. കേരളത്തിൽ അധികാരമുണ്ടെങ്കിൽ കേരളത്തിൽ ഫണ്ട് പിരിക്കാൻ പറ്റും, കൂടുതൽ ഫണ്ട് പിരിക്കാൻ പറ്റും. കേന്ദ്രത്തിൽ ഇത് നമ്മുടെ നാടിന്റെ ഒരു ശാപമാണെന്നുള്ളതാണ്. കേരളത്തിൽ ഒരു അധികാരവുമില്ലാതെ BJP കെട്ടുകണക്കിന് പണം ഓഫീസുകളിൽ എത്തിച്ച് ചുമടായി കൊണ്ടുപോയത് ഒരു വലിയ പണക്കാരൻ എന്നോട് പറഞ്ഞത്, ഇവിടെ ഞങ്ങളുടെ ഓഫീസിൽ ഫണ്ട് പിരിക്കാനായിട്ട് കോൺഗ്രസ് വന്നിട്ടുണ്ട്, CPM വന്നിട്ടുണ്ട്, പിന്നെ കേരള കോൺഗ്രസ് വന്നിട്ടുണ്ട്. എന്തിന് വളരെ നോർത്ത് ഇന്ത്യയിൽ വളരെ അപൂർവമായി കാണുന്ന RJD നോർത്ത് ഇന്ത്യയിലുള്ള RJD പോലുള്ള പാർട്ടികൾ, ഇവിടെ വളരെ അപൂർവമായി കാണുന്ന പാർട്ടികൾ വരെ വന്ന് നമ്മുടെ അടുത്ത് വന്ന് ഫണ്ട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ BJPക്കാർ ഞങ്ങളുടെ അടുത്ത് ഫണ്ട് ഇതുവരെ ചോദിച്ചിട്ടില്ല. ഫണ്ട് മേടിക്കാതെ തന്നെ ഫണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനതല്ല പറയുന്നത്, അസ്വാഭാവികത തോന്നില്ലേ? അത് തീർച്ചയായിട്ടും അസ്വാഭാവികതയുണ്ട്. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫണ്ട് പിരിവില്ല. ദേശീയ തലത്തിൽ അവർക്ക് വിതരണം ചെയ്യുന്നതാണെന്നുള്ളത് അവരുടെ പാർട്ടിയാണ് നിശ്ചയിക്കേണ്ടത്. അവരുടെ പാർട്ടി നിശ്ചയിക്കുന്നില്ലെങ്കിൽ മറ്റു പാർട്ടികൾ അതിനകത്ത് ഇടപെട്ടാലേ പറ്റുള്ളൂ. പൊതുജനത്തിന് ഇടപെടാൻ പറ്റും ഈ കാര്യത്തിൽ. പൊതുജനത്തിന് എങ്ങനെ ഇടപെടുന്നത്? രാഷ്ട്രീയ പാർട്ടികളാണ് പരസ്പരം ജനാധിപത്യത്തെ ഞാനത് പറയാം. ശ്രീ M. ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M. ജയചന്ദ്രൻ, അതായത് എങ്ങനെയാണ് പൊതുജനത്തിന് ഇടാൻ പറ്റുന്നതെന്ന് നോക്കാം. അതായത് സ്വന്തം പണം മാറാൻ ക്യൂ നിന്ന് നൂറുകണക്കിന് പേരാണ് രാജ്യത്ത് മരിച്ചു വീണത്. അന്ന് ഈ BJPക്കാരും ഈ കേന്ദ്ര സർക്കാരും മോദിയും ഒക്കെ തീർത്ത നറേഷൻ രാജ്യത്തിൻ്റെ പണം സംരക്ഷിക്കാനാണ്, കള്ളപ്പണം ഒഴിവാക്കാനാണ്, തീവ്രവാദം ഒഴിവാക്കാനാണ്, പാകിസ്ഥാനിൽ നിന്നുള്ള പണമൊഴുക്ക് ഒഴിവാക്കാനാണെന്ന് എന്നായിരുന്നു നറേഷൻ. എന്നിട്ട് ഈ കോടികളുമായ ഒരു ABVP നേതാവ് സെൽഫി എടുത്തിട്ട് ഒരു ചോദ്യം പോലും അവരുടെ പാർട്ടി ചോദിക്കുന്നില്ല. എന്നിട്ട് പറയുകയാണ് പൊതുജനത്തിന് എന്താണെന്ന് ഇക്കാര്യത്തിൽ. അതാണ് MS വളരെ മനോഹര ഭാഷയിൽ പറഞ്ഞു വെച്ചത്. പക്ഷേ ഇത് തെറ്റാണെന്ന് ഒടുവിൽ അദ്ദേഹം സമ്മതിച്ചു. പൊതുജനത്തിന് എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പൊതുജനങ്ങളെക്കാൾ കൂടുതൽ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഈ കാര്യത്തിൽ മുന്നോട്ടിറങ്ങുന്നതെന്നാണ് പറഞ്ഞത്. നമ്മള് BJPയെ നേരിടാൻ കോൺഗ്രസോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി മൊത്തമോ
ഇറങ്ങി പ്രവർത്തിക്കുന്നതും ഇവിടുത്തെ ഏതെങ്കിലും ഒരാൾ പെറ്റീഷൻ കൊടുക്കാൻ പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തിന് എത്രത്തോളം അത് കൈകാര്യം ചെയ്യുന്ന ഉള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. രാഷ്ട്രീയ പാർട്ടികളാണ് മുന്നോട്ട് ഇറങ്ങേണ്ടത്. രാഷ്ട്രീയ പാർട്ടികൾക്ക് മാത്രമേ ജനങ്ങളുടെ പണം മാറാൻ, സ്വന്തം പണം മാറാൻ ക്യൂ നിന്ന് മരിച്ച കാര്യമാണ് പറഞ്ഞത്. അത് BJP വരുത്തി വെച്ച അന്ന് BJP-കാരുടെ നറേഷൻ എന്തായിരുന്നു? പക്ഷേ ഇപ്പോഴോ ശ്രീ എം ജയചന്ദ്രൻ കംപ്ലീറ്റ് ചെയ്യും. അതിനകത്ത് പിന്നെ രാഷ്ട്രീയമല്ല. അദ്ദേഹം നിർത്തിയില്ലല്ലോ. താങ്കൾ പറയൂ, സമയപരിമിതി. അല്ല, പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ കേരള രാഷ്ട്രീയത്തിൽ നാളിതുവരെ, കേരളത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയ ചരിത്രത്തിൽ നാളിതുവരെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയും ഉന്നയിക്കാത്ത ഒരു ആരോപണമാണ് സ്വന്തം പാർട്ടിയെ പറ്റി BJP-കാരൻ തന്നെ അഖിലേന്ത്യാ സെക്രട്ടറി BL സന്തോഷിന് പരാതി എഴുതി അയക്കുന്നത്. താൻ ദൃക്സാക്ഷിയാണ് എന്ന തെളിവുകൾ അടക്കമാണ് ഈ പരാതി ചെല്ലുന്നത്. കേരളത്തിൽ ഇതുവരെ ഇങ്ങനെ ഒരു പരാതി ഒരു പാർട്ടിക്കെതിരെ ഉണ്ടായിട്ടില്ല എന്നുള്ളിടത്താണ് ഈ പരാതിയുടെ പ്രാധാന്യവും പ്രസക്തിയും നിൽക്കുന്നത്. അതിനെ തെരഞ്ഞെടുപ്പ് അഴിമതിയായിട്ടോ TN ശേഷൻ പറഞ്ഞതുമായിട്ടോ ഒന്നും ഒരു ന്യായവും പറയാനേ ഇല്ല. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ഈ പാർട്ടിയിൽ എന്നുള്ളതാണ് ചിന്തിക്കേണ്ട വിഷയം. അപ്പൊ ആ പാർട്ടിയിൽ ഇപ്പൊ BL സന്തോഷിനടുത്ത് പറയാവുന്ന BL സന്തോഷിന്റെ അദ്ദേഹം ഏത് ഭാഗത്താണെന്നും തയ്യപ്പാലൊക്കെയായിട്ടാണെന്നുള്ള ഒന്നും രഹസ്യമൊന്നുമല്ല. അപ്പൊ BL സന്തോഷിന് പരാതി അയക്കുമ്പോൾ എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്, എന്താണ്? ഇതൊക്കെ പകൽ പോലെ വ്യക്തമാണ്. ശ്രീ വേണുഗോപാൽ, താങ്കൾ അതിനെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ടൊന്നും കൂട്ടിച്ചേർത്തിട്ടോ കൂട്ടിക്കുഴച്ചിട്ടോ കാര്യമില്ല. BJP പിന്നെ ആണ്ട് മുങ്ങിയ ചെളിക്കൊണ്ട് എന്താണെന്ന് വിമർശകരല്ല പറയുന്നത്. സ്വന്തം പാർട്ടിക്കാരൻ സ്വന്തം പാർട്ടി നേതാവിന് കത്തയക്കുകയാണ് തെളിവ് സഹിതം പറഞ്ഞുകൊണ്ട്. എന്തുണ്ട് അതിന് ന്യായം പറയാൻ? ഒരു ന്യായം പറയാൻ വരരുത്, പോകരുത്, ആ പാർട്ടിക്കാരടക്കം പോകരുത്. തീർച്ചയായും അധപ്പതിച്ചില്ലേ ആ പാർട്ടി? സ്വന്തം അണികളാൽ തന്നെ. പിന്നെന്ത് പറയാനാണ് അതിനെപ്പറ്റി? തീർച്ചയായും ശ്രീ K. അനിൽകുമാർ, BJP-യുടെ ചിഹ്നം പോലെ ആ താമരയുടെ സൗരഭ്യമല്ല, അത് ആ നിൽക്കുന്ന ചെളിക്കുണ്ടിലെ ദുർഗന്ധമാണ് എന്ന് ഓരോ നിമിഷവും ബോധ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന നറേഷനുകൾ കൊണ്ട് BJP അകപ്പെട്ട ചെളിക്കുണ്ടിലെ ദുർഗന്ധം മാറ്റാനാകുമോ? അനിൽകുമാർ, അവസാനമായി 1 മിനിറ്റ്. ചെളിക്കുണ്ടിന് ദുർഗന്ധമുണ്ട്, താമരയ്ക്ക് മണമില്ല. താമരയ്ക്ക് മണമുണ്ടെന്നൊരു ധാരണ തെറ്റാണ്. ഒരു മണമില്ല. ചെളിക്കുണ്ടിന് നല്ല ദുർഗന്ധമുണ്ട് താനും. പ്രശ്നം എന്താണ്? ഇപ്പോൾ ബഹുമാനപ്പെട്ട ശ്രീ വേണുഗോപാൽ പറഞ്ഞു, നിങ്ങൾ ഹൈക്കോടതി പോകാനാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത്, പത്രത്തിലൊരു വാർത്ത കൊടുക്കുമോ പത്രക്കാർ? ഇത്രയും വലിയ അഴിമതി നടന്നിട്ട്, തട്ടിപ്പ് നടന്നിട്ട് കേരളത്തിലെ എത്ര പത്രങ്ങളുടെ ഫ്രണ്ട് പേജിൽ ഈ വാർത്ത വന്നു? രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനൽ എത്ര നേരം ഇതിനു വേണ്ടി ചെലവഴിക്കും? ഒരു ഇൻ്റർവ്യൂ നടത്തും. രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കട്ടെ. അദ്ദേഹം വിദേശത്താണ്, അവർ ഓൺലൈനിൽ വിളിക്കട്ടെ. എന്താണ് ഇതിനെക്കുറിച്ചുള്ള BJP-യുടെ നിലപാട് ചോദിക്കുമോ? ഏഷ്യാനെറ്റ് ചോദിക്കത്തില്ല. ഈ ഇടതുപക്ഷക്കാരായിരുന്നു ഞങ്ങൾ കാണിച്ചു തരായിരുന്നു. അങ്ങനെ കാണിച്ചു തരാത്തത് ഇടതുപക്ഷക്കാരെക്കുറിച്ച് ഇങ്ങനെ പറയാനില്ല. ആ കുഞ്ഞുകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു കോടാലി അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒറ്റുകൊടുക്കാൻ ഇറങ്ങി തിരിച്ച് അതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളെ കടന്നാക്രമിക്കുന്നതല്ലാതെ മറ്റൊന്നുമില്ല. മനസ്സിലാക്കണം. തീർച്ചയായും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾ കേസ് കൊടുക്കാൻ പറഞ്ഞാൽ കേസ് കൊടുക്കുന്നവൻ്റെ വീട്ടിൽ ED നിറങ്ങും. അതാണ് ഇന്ത്യ. ഭയം ഭരിക്കുന്ന ഇന്ത്യയാണ്. BJP-ക്കെതിരെ ചോദ്യം ചെയ്യാൻ ആളെ കിട്ടത്തില്ല. ചോദ്യം ചെയ്യാൻ കമ്മ്യൂണിസ്റ്റുകാർ ജീവിച്ചിരിപ്പുണ്ട്. ആ കമ്മ്യൂണിസ്റ്റുകാരെ കൂടി ഇല്ലാതെയാക്കണം. അതിനാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ ചാനലും ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വൃത്തികെട്ട, ഏറ്റവും വൃത്തികെട്ട അഴിമതി നടത്തുന്ന, കള്ളപ്പണം കൈകാര്യം ചെയ്യുന്ന, ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന കൂട്ടർക്കെതിരെ വിരൽ ചൂണ്ടാൻ കേരളത്തിലെ മാധ്യമങ്ങളില്ല. ഒരു മാധ്യമത്തിനും ഇത് വിഷയം ചർച്ചയല്ല. എന്നിട്ട് പിന്നെ സുപ്രീം കോടതി അല്ല ഹൈക്കോടതി കേസ് കൊടുത്തോളാൻ പറഞ്ഞേ. കേസ് കൊടുക്കാൻ ചെല്ലുമ്പോൾ അവിടെ ഇരിക്കുന്ന ജഡ്ജിമാരുടെ സ്ഥിതി എന്താ? പല ജഡ്ജിമാരുടെ അവസ്ഥ എന്താ? അവർ മുട്ടിടിക്കുകയാണ് ഇന്ത്യയിൽ. എന്താ കാരണം? ഭയം ഭരിക്കുന്ന കോടതികളാണ് ഈ രാജ്യത്തുള്ളത്. തീർച്ചയായും. അതുകൊണ്ട് രാജ്യത്ത് ഈ നവഫാസിസ്റ്റുകൾ ആ ഭയം ഭരിക്കുന്നു എന്ന് കരുതി ആശ്വസിക്കേണ്ട. ഇവിടെ നല്ല പ്രതിരോധം ശേഷിയുള്ള രാഷ്ട്രീയ കരുത്തുകളുണ്ട്. അതുകൊണ്ട് ശ്രീ MS വേണുഗോപാൽ ചിരിക്കേണ്ട. എന്തായാലും സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. പ്ലീസ്. അതായത് ഈ BJP ഇപ്പോൾ ഉയർത്തിയിരിക്കുന്ന ഈ പ്രതിസന്ധി അത് പൗരബോധത്തിന് മേൽ കൂടിയുള്ള ആക്രമണമാണ്. അത് BJP-യുടെ ആഭ്യന്തര വിഷയം മാത്രമല്ല.
കാരണം അത്രയേറെ പണമാണ്, കള്ളപ്പണമാണ്, രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ആടിയുലപ്പിക്കുന്ന തരത്തിലേക്കാണ് ബി ജെ പിയുടെ കളികൾ കേന്ദ്ര ഭരണവും മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരണവും വെച്ച് നടത്തുന്നതെന്ന് ബോധ്യമാകുന്ന നിമിഷങ്ങളിലൂടെയാണ് രാജ്യം കടന്നു പോകുന്നത്. കേരളവും വ്യത്യസ്തമല്ല എന്ന്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് പൂർണ്ണമാകുന്നു.